പ്രാർത്ഥിക്കാം. കാൽവരി ക്രൂശിൽ ഞങ്ങൾക്ക് വേണ്ടി തൻ്റെ പ്രിയപുത്രൻ നൽകിയ പരിശുദ്ധ ദൈവമേ, പാപത്തിൻ്റെ അന്ധകാരത്തിൽ അകപ്പെട്ടു പോയ മനുഷ്യകുലത്തെ രക്ഷിപ്പാനായി പാപത്തിൻ്റെ വിമോചകനായ ക്രിസ്തുവിനോടൊപ്പം കാൽവരിയിലേക്ക് യാത്ര ചെയ്യുന്ന ഒരു ദിവസം കൂടി ഞങ്ങൾക്ക് നൽകിയവനെ, വിശുദ്ധമാവുന്ന ചിന്തകളോടും വിശുദ്ധ വചനത്തോടും ശുദ്ധഹൃദയത്തോടും ഈ നോമ്പ് കാലഘട്ടം ചെലവഴിപ്പാൻ ഞങ്ങളെ അവിടുന്ന് സഹായിച്ചു. വിശുദ്ധ ബുധനാഴ്ചയുടെ അനുഭവത്തിലേക്ക് പ്രാർത്ഥനയോടുകൂടി പ്രവേശിപ്പാനും കരുണയുണ്ടായല്ലോ. ദൈവപിതാവേ, അകന്നു പോകാത്ത, ഒറ്റക്കൊടുക്കാത്ത, തള്ളിപ്പറയാത്ത ദൈവസ്നേഹം ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളിൽ ഉരവാക്കിയെടുക്കുവാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളിന്ന് പകൽ മുഴുവനും ജീവിച്ചു. അവിടുന്ന് ഞങ്ങളെ കരുതി, അവിടുത്തെ സ്നേഹം കൊണ്ട് ഞങ്ങളെ പൊതിഞ്ഞു. ഞങ്ങളായിരുന്ന ഇടങ്ങളിലൊക്കെ വേണ്ടുന്ന ദൈവിക സംരക്ഷണം അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയല്ലോ. ഞങ്ങളുടെ കാലിടറാതെ, ഞങ്ങൾ വീഴ്ന്നു പോകാതെ, ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതത്തിൽ ഇടർച്ചകൾ സംഭവിക്കാതെ ദൂതന്മാരുടെ വിശുദ്ധേറിയ പരിപാലനം അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയതിനാൽ സ്തോത്രം. പലയിടങ്ങളിലായിരുന്ന ഞങ്ങൾക്ക്, പല ഭവനങ്ങളിലായിരുന്ന ഞങ്ങൾക്ക്, പല തൊഴിലിടങ്ങളിലായിരുന്ന ഞങ്ങൾക്ക് ഒരുമിച്ച് ഈ ദേവാലയത്തിൻ്റെ അകത്തളങ്ങളിലേക്ക് വരുവാൻ, ഒരുമിച്ച് അങ്ങേ പാടി, ഒരുമിച്ച് അങ്ങേ സ്തുതിക്കുവാൻ അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയ ഭാഗ്യകരമായ അനുഭവത്തിനായി സ്തോത്രം. കർത്താവേ, ആത്മീകതയുടെ അനുഭവമായി നിൻ്റെ സന്നിധി ഞങ്ങൾ ശരണം പ്രാപിക്കുമ്പോൾ ഞങ്ങളുടെ ശരീരത്തെയും ഞങ്ങളുടെ മനസ്സിനെയും വേദനിപ്പിക്കുന്ന നിരാശകളുടെ അനുഭവത്തെ, ഭയത്തിൻ്റെ അനുഭവത്തെ കർത്താവെ വചനം കൊണ്ട് അവിടുന്ന് കഴുകി നീക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നെൻ്റെ ഈ സന്ധ്യാപ്രാർത്ഥനയിൽ അവിടുന്ന് കൂടെ ഉണ്ടാകണമേ. ക്രൂശിൻ്റെ മഹത്വം ഒരിക്കൽ കൂടെ രുചിച്ചറിയുന്ന നിമിഷങ്ങളെ ലഭ്യമാക്കണമേ. ദൈവാലയത്തിൻ്റെ അകത്തളങ്ങളിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ആശീർവദിക്കണമേ. ഇന്നത്തെ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്ന സൺഡേ സ്കൂളിലെ ഓരോ പ്രവർത്തകരെയും തൃക്കരെ സമർപ്പിക്കട്ടെ. അനുഗ്രഹത്തോടുകൂടെ സകലരെയും അവിടുന്ന് മുദ്രയിടുമാറാകണമേ. ഏറ്റെടുത്തിരിക്കുന്ന, ദൈവം നൽകിയിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ പ്രാർത്ഥനയോടുകൂടെ പൂർത്തീകരിപ്പാനുള്ള ദൈവിക വരം പകർന്നു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ആരാധനയുടെ അധ്യവസനം കൂടെ ഉണ്ടാകണം. ക്രിസ്തുവിനാൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണം സ്വർഗ്ഗപിതാവേ. ആമേൻ. ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാനായി പുതിയ കീർത്തന പുസ്തകം 151 കീർത്തനം, പഴയ കീർത്തന പുസ്തകം 143. വിധിക്കപ്പെട്ടു
വന്നരകം നീയകറ്റി നിൻ മഹത്വം തേടി നീ എൻ്റെ കാലം കഴിപ്പാനായി അരുൾക കൃപ. എൻ്റെ കാലം കഴിപ്പാനായി അരുൾക കൃപ. ദേവേശ യേശുപരാ ജീവനെനിക്കായി വെടിഞ്ഞു. ജീവനറ്റ പാപികൾക്കു നിത്യജീവൻ കൊടുപ്പാനായി നീ മരിച്ചു. നിത്യജീവൻ കൊടുപ്പാനായി നീ മരിച്ചു. നോമ്പുകാല ആരാധനക്രമം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ദൈവമേ, എന്നെ വിടുവിപ്പാൻ വേഗം വരണമേ. കർത്താവേ, എന്നെ സഹായിക്കാൻ വേഗം വരണമേ. നാം എല്ലാവരും ആടുകളെപ്പോലെ വഴിതെറ്റി ഓരോരുത്തൻ അവനവന്റെ വഴിക്ക് തിരിഞ്ഞിരിക്കുന്നു. എന്നാൽ യഹോവ നമ്മുടെ എല്ലാവരുടെയും മഹത്വം യേശുവിന്റെ മേൽ ചുമത്തി നമ്മെ വിടുവിച്ചിരിക്കുന്നു. യഹോവേ, ആഴത്തിൽ നിന്ന് ഞാൻ നിന്നോട് നിലവിളിക്കുന്നു. കർത്താവേ, എന്റെ പ്രാർത്ഥന കേൾക്കണമേ. നിന്റെ ചെവിയിലെ യാചനകൾക്ക് ശ്രദ്ധിച്ചിരിക്കണമേ. യഹോവേ, നീ അകൃത്യങ്ങളെ ഓർമ്മ വെച്ചാൽ കർത്താവെ ആർ നിലനിൽക്കും? എങ്കിലും നിന്നെ ഭയപ്പെടുവാൻ തക്കവണ്ണം നിന്റെ പക്കൽ വിമോചനമുണ്ട്. ഞാൻ യഹോവയ്ക്കായി കാത്തിരിക്കുന്നു, എൻ്റെ ഉള്ളം കാത്തിരിക്കുന്നു. അവന്റെ വചനത്തിൽ ഞാൻ പ്രത്യാശ വച്ചിരിക്കുന്നു. ഉഷസ്സിനായി കാത്തിരിക്കുന്നവരെക്കാൾ എന്റെ ഉള്ളം യഹോവയ്ക്കായി കാത്തിരിക്കുന്നു. ഇസ്രായേലെ, യഹോവയിൽ പ്രത്യാശ വെച്ചുകൊള്ളുക. യഹോവയ്ക്ക് കൃപയും അവന്റെ പക്കൽ ധാരാളം വീണ്ടെടുപ്പുമുണ്ട്. അവൻ ഇസ്രായേലിനെ അവരുടെ അകൃത്യങ്ങളിൽ നിന്നൊക്കെ വിടുവിക്കും. 70-ാമത്തെ സങ്കീർത്തനം വാക്യപ്രതി വാക്യമായി വായിക്കാം. സങ്കീർത്തനം 70. ദൈവമേ, എന്നെ വിടുവിപ്പാൻ, യഹോവേ എന്നെ സഹായിപ്പാൻ വേഗം വരണമേ. എനിക്ക് പ്രാണഹാനി വരുത്തുവാൻ നോക്കുന്നവർ ലജ്ജിച്ചു ഭ്രമിച്ചു പോകട്ടെ. എന്റെ അനർത്ഥത്തിൽ സന്തോഷിക്കുന്നവർ പിന്തിരിഞ്ഞ് അപമാനമേൽക്കട്ടെ. നന്നായി നന്നായി എന്ന് പറയുന്നവർ തങ്ങളുടെ നാണനിമിത്തം പിന്തിരിഞ്ഞു പോകട്ടെ. നിന്നെ അന്വേഷിക്കുന്നവരൊക്കെയും നിന്നിൽ ആനന്ദിച്ച് സന്തോഷിക്കട്ടെ. നിന്റെ രക്ഷയെ ഇച്ഛിക്കുന്നവർ ദൈവമഹത്വമുള്ളവരെന്ന് എപ്പോഴും പറയട്ടെ. ഞാനോ എളിയവനും ദരിദ്രനുമാകുന്നു. ദൈവമേ, എൻ്റെ അടുക്കൽ വേഗം വരണമേ. നീ തന്നെ എൻ്റെ സഹായവും എന്നെ വിടുവിക്കുന്നവനും ആകുന്നു. യഹോവേ, താമസിക്കരുതേ. സഭയ്ക്കിരിക്കാം. വേദഭാഗം വായിച്ചു കേൾക്കാം. പഴയ നിയമ വേദഭാഗം യെശയ്യാവ് 62-ാം അധ്യായം 11 മുതൽ 63-ാം അധ്യായം 7 വരെയുള്ള വാക്യങ്ങൾ. യെശയ്യാവ് 62, 11 മുതൽ 63-ാം അധ്യായം 7 വരെയുള്ള വാക്യങ്ങൾ. യെശയ്യാവ് 62-ാം അധ്യായം 11 മുതൽ 63-ാം അധ്യായം 7 വരെയുള്ള വാക്യങ്ങൾ. ഇതാ, നിന്റെ രക്ഷ വരുന്നു, കൂലി അവന്റെ പക്കലും പ്രതിഫലം അവന്റെ കയ്യിലുമുണ്ട് എന്ന് സിയോൻ പുത്രിയോട് പറവിൻ എന്നിങ്ങനെ യഹോവ ഭൂമിയുടെ അറുതിയോളം ഘോഷിപ്പിച്ചിരിക്കുന്നു. അവർ അവരെ വിശുദ്ധ ജനമെന്നും യഹോവയുടെ വിമുക്തന്മാരെന്നും വിളിക്കും. നിനക്കോ അന്വേഷിക്കപ്പെട്ടവൾ എന്നും ഉപേക്ഷിക്കപ്പെടാത്ത നഗരമെന്നും പേരാകും. ഏദോമിൽ നിന്ന് രക്താംബരം ധരിച്ചുകൊണ്ട് ബോസ്രയിൽ നിന്ന് വരുന്നൊരുവൻ ആർ? വസ്ത്രാലങ്കൃതനായി തൻ്റെ ശക്തിയുടെ മാഹാത്മ്യത്തിൽ നടന്നുകൊള്ളുന്നൊരുവൻ ആർ? നീതിയെ അരുളി ചെയ്യുന്നവനും രക്ഷിപ്പാൻ വല്ലഭനുമായ ഞാൻ തന്നെ. നിന്റെ ഉടുപ്പ് ചുവന്നിരിക്കുന്നത് എന്ത്? നിന്റെ വസ്ത്രം മുന്തിരിച്ചക്കു ചവിട്ടുന്നവൻ്റേതുപോലെ ഇരിക്കുന്നത് എന്ത്? ഞാൻ ഏകനായി മുന്തിരിച്ചക്കു ചവിട്ടി, ജാതികളിൽ ആരും എന്നോട് കൂടെ ഉണ്ടായിരുന്നില്ല. എൻ്റെ കോപത്തിൽ ഞാൻ അവരെ ചവിട്ടി, എൻ്റെ ക്രോധത്തിൽ അവരെ മെതിച്ചു കളഞ്ഞു. അവരുടെ രക്തം എൻ്റെ വസ്ത്രത്തിൽ തെറിച്ചു, എൻ്റെ ഉടുപ്പൊക്കെയും മലിനമായിരിക്കുന്നു. ഞാൻ ഒരു പ്രതികാര ദിവസം കരുതിയിരുന്നു, എൻ്റെ വിമുക്തന്മാരുടെ സംവത്സരം വന്നിരുന്നു. ഞാൻ നോക്കി, എങ്കിലും സഹായിപ്പാൻ ആരുമില്ലായിരുന്നു. ഞാൻ വിസ്മയിച്ചു നോക്കി, എങ്കിലും തുണയ്പ്പാൻ ആരെയും കണ്ടില്ല. അതുകൊണ്ട് എൻ്റെ ഭുജം തന്നെ എനിക്ക് രക്ഷ വരുത്തി, എൻ്റെ ക്രോധം തന്നെ എനിക്ക് തുണ നിന്നു. ഞാൻ എൻ്റെ കോപത്തിൽ ജാതികളെ ചവിട്ടി,
എൻ്റെ ക്രോധത്തിൽ അവരെ തകർത്തു. അവരുടെ രക്തത്തെ ഞാൻ നിലത്ത് വീഴ്ത്തിക്കളഞ്ഞു. യഹോവ നമുക്ക് നൽകിയതുപോലെ ഒക്കെയും ഞാൻ യഹോവയുടെ പ്രീതി വാത്സല്യത്തെയും യഹോവയുടെ സ്തുതിയെയും അവൻ്റെ കരുണയ്ക്കും മഹാദയ്ക്കും ഒത്തവണ്ണം അവൻ ഇസ്രായേൽ ഗ്രഹത്തിനു കാണിച്ച വലിയ നന്മയും കീർത്തിക്കും. ആമേൻ. ലേഖനവേദഭാഗം റോമർ 5-ാം അധ്യായം 6 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. റോമർ 5, 6 മുതൽ 11 വരെ. നാം ബലഹീനരായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു തക്ക സമയത്ത് അഭക്തർക്ക് വേണ്ടി മരിച്ചു. നീതിമാന് വേണ്ടി ആരെങ്കിലും മരിക്കുന്നത് ദുർലഭം. ഗുണവാന് വേണ്ടി പക്ഷെ മരിപ്പാൻ തുനിയുമായിരിക്കും. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. അവൻ്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷമോ നാം അവനാൽ എത്ര അധികമായി കോപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടും. ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് അവൻ്റെ പുത്രൻ്റെ മരണത്താൽ ദൈവത്തോട് നിരപ്പ് വന്നു എങ്കിൽ നിരന്ന ശേഷം നാം അവൻ്റെ ജീവനാൽ എത്ര അധികമായി രക്ഷിക്കപ്പെടും. അത്രയുമല്ല, നമുക്ക് ഇപ്പോൾ നിരപ്പ് ലഭിച്ചതിന് കാരണമായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നാം ദൈവത്തിൽ പ്രശംസിക്കുകയും ചെയ്യുന്നു. വായിച്ചു കേൾക്കുവാനുള്ള സുവിശേഷ വേദഭാഗം യോഹന്നാൻ എഴുതിയ സുവിശേഷം 13-ാം അധ്യായം 16 മുതൽ 38 വരെ ഉള്ള വാക്യങ്ങൾ സഭയ്ക്ക് എഴുന്നേറ്റ് നിന്ന് വായിച്ചു കേൾക്കാം. വായിക്കുവാനായി ലഭിച്ചിരിക്കുന്ന സുവിശേഷ വേദഭാഗം യോഹന്നാൻ 13-ാം അധ്യായം 16 മുതൽ 38 വരെയുള്ള വാക്യങ്ങൾ. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, ദാസൻ യജമാനനേക്കാൾ വലിയവനല്ല, ദൂതൻ തന്നെ അയച്ചവനേക്കാൾ വലിയവനുമല്ല. ഇത് നിങ്ങൾ അറിയുന്നുവെങ്കിൽ ചെയ്താൽ ഭാഗ്യവാന്മാർ. നിങ്ങളെ എല്ലാവരെയും കുറിച്ച് പറയുന്നില്ല. ഞാൻ തിരഞ്ഞെടുത്തവരെ ഞാൻ അറിയുന്നു. എന്നാൽ എൻ്റെ അപ്പം തിന്നുന്നവൻ എൻ്റെ നേരെ കുതികാൽ ഉയർത്തിയിരിക്കുന്നു എന്നുള്ള തിരുവെഴുത്തിന് നിവർത്തി വരേണ്ടതാകുന്നു. അത് സംഭവിക്കുമ്പോൾ ഞാൻ തന്നെ മശിഹ എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിന് ഞാൻ ഇപ്പോൾ അത് സംഭവിക്കും മുൻപേ നിങ്ങളോട് പറയുന്നു. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ അയക്കുന്നവനെ കൈക്കൊള്ളുന്നവൻ എന്നെ കൈക്കൊള്ളുന്നു, എന്നെ കൈക്കൊള്ളുന്നവൻ എന്നെ അയച്ചവനെ കൈക്കൊള്ളുന്നു. ഇത് പറഞ്ഞിട്ട് യേശു ഉള്ളം കലങ്ങി, ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളിൽ ഒരുത്തൻ എന്നെ കാണിച്ചു കൊടുക്കും എന്ന് സാക്ഷീകരിച്ച് പറഞ്ഞു. ഇത് ആരെക്കുറിച്ച് പറയുന്നു എന്ന് ശിഷ്യന്മാർ സംശയിച്ചു തമ്മിൽ നോക്കി. ശിഷ്യന്മാരിൽ വച്ച് യേശു സ്നേഹിച്ച ഒരുത്തൻ യേശുവിൻ്റെ മാർവിടത്ത് ചാരിക്കൊണ്ടിരുന്നു. ശീമോൻ പത്രോസ് അവനോട് ആംഗ്യം കാട്ടി. അവൻ പറഞ്ഞത് ആരെക്കൊണ്ട് എന്ന് ചോദിപ്പാൻ പറഞ്ഞു. അവൻ യേശുവിൻ്റെ നെഞ്ചോട് ചാഞ്ഞു. കർത്താവേ, അത് ആർ എന്ന് ചോദിച്ചു. ഞാൻ അപ്പകണ്ഠം മുക്കി കൊടുക്കുന്നവൻ തന്നെ എന്ന് യേശു ഉത്തരം പറഞ്ഞു. ഖണ്ഡം മുക്കി ശീമോൻ ഇസ്കറിയോത്താവിൻ്റെ മകനായ യൂദായ്ക്ക് കൊടുത്തു. ഖണ്ഡം വാങ്ങിയ ഉടനെ സാത്താൻ അവനിൽ കടന്നു. യേശു അവനോട്, നീ ചെയ്യുന്നത് വേഗത്തിൽ ചെയ്യുക എന്ന് പറഞ്ഞു. എന്നാൽ ഇത് ഇന്നതിനെക്കുറിച്ച് പറഞ്ഞുവെന്ന് പന്തിയിൽ ഇരുന്നവരിൽ ആരും അറിഞ്ഞില്ല. പണസഞ്ചി യൂദായുടെ പക്കൽ ആകയാൽ പെരുന്നാളിൽ വേണ്ടുന്നത് മേടിപ്പാനോ ദരിദ്രർക്ക് വല്ലതും കൊടുപ്പാനോ യേശു അവനോട് കൽപ്പിക്കുന്നു എന്ന് ചിലർക്ക് തോന്നി. ഖണ്ഡം വാങ്ങിയ ഉടനെ അവൻ എഴുന്നേറ്റ് പോയി. അപ്പോൾ രാത്രിയായിരുന്നു. അവൻ പോയ ശേഷം യേശു പറഞ്ഞത്, ഇപ്പോൾ മനുഷ്യപുത്രൻ മഹത്വപ്പെട്ടിരിക്കുന്നു, ദൈവവും അവനിൽ മഹത്വപ്പെട്ടിരിക്കുന്നു. ദൈവം അവനിൽ മഹത്വപ്പെട്ടിരിക്കുന്നു എങ്കിൽ ദൈവം അവനെ തന്നിൽ തന്നെ മഹത്വപ്പെടുത്തും, ക്ഷണത്തിൽ അവനെ മഹത്വപ്പെടുത്തും. കുഞ്ഞുങ്ങളെ, ഞാൻ ഇനി കുറഞ്ഞോന്ന് മാത്രം നിങ്ങളോട് കൂടെ ഇരിക്കും. നിങ്ങൾ എന്നെ അന്വേഷിക്കും. ഞാൻ പോകുന്ന ഇടത്ത് നിങ്ങൾക്ക് വരുവാൻ കഴിയുകയില്ല എന്ന് ഞാൻ യഹൂദന്മാരോട് പറഞ്ഞതുപോലെ ഇന്ന് നിങ്ങളോടും പറയുന്നു.
നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണം എന്ന് പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ സ്നേഹിക്കണം എന്നു തന്നെ. നിങ്ങൾക്ക് തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാർ എന്ന് എല്ലാവരും അറിയും. ശീമോൻ പത്രോസ് അവനോട്, കർത്താവേ, നീ എവിടെ പോകുന്നു എന്ന് ചോദിച്ചതിന്, ഞാൻ പോകുന്ന ഇടത്തേക്ക് നിനക്ക് ഇപ്പോൾ എന്നെ അനുഗമിപ്പാൻ കഴിയുകയില്ല, പിന്നത്തേതിൽ നീ എന്നെ അനുഗമിക്കും എന്ന് യേശു അവനോട് ഉത്തരം പറഞ്ഞു. പത്രോസ് അവനോട്, കർത്താവേ, ഇപ്പോൾ എനിക്കു നിന്നെ അനുഗമിപ്പാൻ കഴിയാത്തത് എന്ത്? ഞാൻ എൻ്റെ ജീവനെ നിനക്ക് വേണ്ടി വച്ചു കളയും എന്ന് പറഞ്ഞു. അതിന് യേശു, നിന്റെ ജീവനെ എനിക്ക് വേണ്ടി വച്ചു കളയുമോ? ആമേൻ ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, നീ 3 പ്രാവശ്യം എന്നെ തള്ളിപ്പറയുവോളം കോഴി കൂകുകയില്ല എന്ന് ഉത്തരം പറഞ്ഞു. വേദഭാഗം വായിച്ചു കേട്ടെന്ന നമ്മുടെ വിശ്വാസ പ്രമാണം അപ്പോസ്തല വിശ്വാസ പ്രമാണമായിട്ട് ഏറ്റു പറയാം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചവനായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവന്റെ ഏകപുത്രനായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ആയവൻ പരിശുദ്ധാത്മാവിനാൽ ഉത്പാദിക്കപ്പെട്ട് കന്യകമറിയിൽ ജനിച്ച് പൊന്തിയോസ് പീലാത്തോസിന്റെ കീഴിൽ കഷ്ടം അനുഭവിച്ച് ക്രൂശിക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് അവൻ പാതാളത്തിലേക്ക് ഇറങ്ങി 3-ാം ദിവസം മരിച്ചവരിൽ നിന്ന് പിന്നെ ഉയർത്തെഴുന്നേറ്റ് സ്വർഗ്ഗാരോഹണം ചെയ്ത് സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് അവൻ ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായവിധിപ്പാൻ ചെയ്യും. പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. വിശ്വമാടകൂട്ടമാകുന്ന വിശുദ്ധ ക്രിസ്തീയ സഭയും പാപമോചനവും ശരീരത്തിന്റെ പുനരുദ്ധാനവും നിത്യജീവനുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സഫികരിക്കാം. പഴയ പാട്ടുപുസ്തകം 145-ാമത്തെ പാട്ടും പുതിയ പാട്ടുപുസ്തകത്തിൽ 153-ാമത്തെ പാട്ടും. കുരിശിന്മേൽ തൂങ്ങി രക്തവും ചിന്തി ഗോൽഗോഥാ മലമുകളിൽ നിൻ പരമേശ്വരനാഥൻ സഹിക്കുമീ പാട് കണ്ടിടുക പാവി. കുരിശിന്മേൽ തൂങ്ങി രക്തവും ചിന്തി ഗോൽഗോഥാ മലമുകളിൽ ശിരസിന്മേൽ മുൾമുടി വെച്ചവർ അടിച്ചു കുരിശിന്മേൽ ചേർത്തിടുന്നു. നിജ തിരുകരം കാലിലും ആണികൾ അടിച്ചു കാണുന്നില്ലേ പാപി. കുരിശിന്മേൽ തൂങ്ങി രക്തവും ചിന്തി ഗോൽഗോഥാ മലമുകളിൽ പാപിയിൻ മിത്രം പാപികൾ നടുവിൽ പാപിയെ പോൽ തൂങ്ങുന്നു. കൊടും പാപികളാകും യൂതർ ചെയ്തിടും പരിഹാസം പാർക്ക. കുരിശിന്മേൽ തൂങ്ങി രക്തവും ചിന്തി ഗോൽഗോഥാ മലമുകളിൽ സൂര്യനും ചന്ദ്രനും വാനജ്യോതികളും വീട്ടിടുന്നു പ്രഭയെ. ദേവനന്ദനീശു ഉയർവിടും കാഴ്ചയിൽ തുടിക്കാനെഞ്ചുണ്ടോ. കുരിശിന്മേൽ തൂങ്ങി രക്തവും ചിന്തി ഗോൽഗോഥാ മലമുകളിൽ ഈട്ടിയാൽ സേവകൻ കുത്തിയ നേരം കർത്തൻ തൻ മാർഗിങ്കൽ നിന്നു രക്തവും ജലവും ആഞ്ഞോടുന്നു കണ്ണീർ
ഇന്നത്തേക്കുള്ള വചന സന്ദേശം നിർവഹിക്കുവാനായി സൺഡേ സ്കൂൾ അധ്യാപികയായ ശ്രീമതി റീന ടീച്ചറിനെ ക്ഷണിക്കുന്നു. ഏവർക്കും വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കട്ടെ. നമുക്ക് നമ്മുടെ കണ്ണുകളടച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. സ്വർഗങ്ങളിൽ അധിവസിക്കുന്ന വാഴ്ത്തപ്പെട്ട പരിശുദ്ധ നല്ല പിതാവേ, അനുഗ്രഹമേറിയതും പരിശുദ്ധവുമായ ഈ സന്ധ്യാസമയം തിരുവാലയത്തിലേക്ക് കടന്നു വരുവാനും അങ്ങയുടെ വചനങ്ങളെ ധ്യാനിക്കുവാനും ഒരവസരത്തെ കൂടെ വേർതിരിച്ച് നൽകിയതിനാൽ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്ന നാഥ സ്തോത്രം ചെയ്യുന്നു. കടന്നു വന്നിരിക്കുന്ന ഓരോ മക്കളിലും അങ്ങയുടെ കൃപാസാന്നിധ്യം പകരണമേ. അവരുടെ ജീവിതങ്ങൾ ഏറ്റവും അനുഗ്രഹകരമാകട്ടെ. അവരുടെ കുടുംബങ്ങളിൽ സമാധാനവും സന്തോഷവും നിറയപ്പെടട്ടെ എന്ന് അപേക്ഷിക്കുന്നു. നമ്മെ ആത്മീകമായി വഴി നടത്തുന്ന സഭാപുരോഹിതനെയും കുടുംബത്തെയും അനുഗ്രഹിക്കണമേ. അങ്ങയുടെ വയലൂര പ്രദേശത്ത് ചെയ്തു വരുന്ന എല്ലാ ശുശ്രൂഷകളെയും അങ്ങ് മാനിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. തുടർന്നും എല്ലായ്പ്പോഴും അങ്ങയുടെ മഹനീയ സാന്നിധ്യം കൂടെ ഇരിക്കട്ടെ. ഈ ദേവാലയത്തിലെ എല്ലാ പ്രവർത്തനങ്ങളെയും അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. ഈ ആലയത്തിൽ നിന്ന് ഉയരുന്ന പ്രാർത്ഥനകളും യാചനകളും സ്വർഗത്തിലെ ഏറ്റവും സൗരഭ്യവാസനയായ സുഗന്ധമായി അനുഭവപ്പെടട്ടെ. ഞങ്ങൾ കേൾക്കുവാൻ പോകുന്ന വചനത്തിന് നമ്മുടെ ഹൃദയത്തെ വിശുദ്ധീകരിക്കുവാനുള്ള കൃപ ഉണ്ടല്ലോ നാഥ. ദൈവമേ, വചനം കേൾക്കുവാൻ ധ്യാനിക്കുവാൻ ഞങ്ങളുടെ ഹൃദയ കവാടങ്ങളെ അങ്ങ് തുറക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. വചനം കേൾക്കുവാനും വചനം നമ്മിൽ ക്രിയ ചെയ്യുവാനും അത് 100, 60, 30 മേനിയായിട്ട് ഫലം കൊയ്യുവാനും ഇടവരുത്തണമേ എന്ന് അപേക്ഷിക്കുന്നു. കർത്താവിൻ്റെ കൃപ ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. വചനത്തെ അതിൻ്റെ സത്യത്തിലും നിർമ്മലതയിലും വിളമ്പുവാൻ അടിയൻ്റെ നാവിനെയും അങ്ങ് ബലപ്പെടുത്തണമേ എന്ന് അപേക്ഷിക്കുന്നു. മാനുഷിക ശബ്ദമല്ല, ദൈവിക ശബ്ദം തന്നെ ശ്രവിച്ച് അനുഗ്രഹം പ്രാപിച്ച മക്കളായി തന്നെ ഈ ദേവാലയം വിട്ട് മടങ്ങിപ്പോകുവാൻ നമ്മെ ഏവരെയും സഹായിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അത്ഭുതാവഹവും ഭയപ്പെടുത്തുന്നതുമായ വാർത്തകളും സംഭവങ്ങളും കേട്ടുകൊണ്ടാണല്ലോ നാം ഓരോ പ്രഭാതത്തിലും ഉണർന്നെഴുന്നേൽക്കുന്നത്. ഈ ലോകമോഹങ്ങളിൽപ്പെട്ട് ക്ഷണനേരത്തെ സുഖത്തിനു വേണ്ടി, സാമ്പത്തിക ലാഭങ്ങൾക്ക് വേണ്ടി ലഹരിയിലും ലഹരി മാഫിയയിലും അഭയം തേടുന്ന ഒരു പുത്തൻ തലമുറ. അറിവ് സമ്പാദിക്കുന്നതിനായി കലാലയങ്ങളിൽ പറഞ്ഞയക്കുന്ന നമ്മുടെ മക്കൾ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെടുന്നു. സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും സമാധാനത്തിൻ്റെയും സന്ദേശവാഹകരാകേണ്ട, ഉറവിടങ്ങളാകേണ്ട കുടുംബ ബന്ധങ്ങൾ ഇന്ന് നിസ്സാര കാരണങ്ങളാൽ ശിഥിലമാക്കപ്പെടുന്നു. മാനുഷിക മൂല്യങ്ങളും ധാർമ്മിക മൂല്യങ്ങളും നഷ്ടപ്പെട്ട ഒരു തലമുറ. ഇത്തരം ഒരു സാഹചര്യത്തിൽ നോമ്പാചരണത്തിന് വലിയ പ്രാധാന്യമുണ്ട്. നാം നോമ്പനുഷ്ഠിച്ചു 40 നാളുകൾ കഴിഞ്ഞു. ഒരു വിശുദ്ധ വാരത്തിൽ നാം ആയിരിക്കുന്നു. അപ്പോൾ എന്താണ് നോമ്പ്? എന്തിനാണ് ഈ നോമ്പ് അനുഷ്ഠിക്കുന്നത്? നോമ്പ് അനുഷ്ഠിച്ചത് കൊണ്ട് എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രയോജനമുണ്ടോ? അനുതാപത്തിൻ്റെ, അനുരഞ്ജനത്തിൻ്റെ നാളുകൾ, വചനപഠനത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും നാളുകൾ, പ്രാർത്ഥനയുടെയും ഉപവാസത്തിൻ്റെയും നാളുകൾ. ഈ നാളുകളിലൂടെ നാം കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇവ എൻ്റെ ജീവിതത്തിൽ, എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ, എൻ്റെ കുടുംബ ജീവിതത്തിൽ, മാതാപിതാക്കളുമായുള്ള ഇടപെടലിൽ, മക്കളുമായുള്ള ബന്ധങ്ങളിൽ, അയൽ ബന്ധങ്ങളിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തുവാൻ സാധിച്ചുവോ? നമ്മുടെ ജീവിതത്തിൽ ദൈവിക പ്രവൃത്തി
വെളിപ്പെടുത്തുന്നതിന് ഏറ്റവും അനുയോജ്യമായ ദിനങ്ങളാണ് ഈ നോമ്പ് കാലഘട്ടം. അത്തരത്തിൽ ഒരു അന്തരീക്ഷം നമ്മുടെ ഭവനങ്ങളിലും ഒപ്പം തന്നെ നമ്മുടെ സഭയിലും ഒക്കെ തന്നെ നാം സൃഷ്ടിച്ചെടുക്കേണ്ടതുണ്ട്. തിന്മയിൽ നിന്ന് അകന്ന് നന്മയുടെ പാതയിലേക്ക് സഞ്ചരിക്കുവാൻ, കോപത്തിൽ നിന്ന് അകലം പാലിക്കുവാൻ, നാവിൽ നിയന്ത്രണം പാലിക്കുവാൻ, ആഗ്രഹത്തിൽ നിന്നും അസത്യത്തിൽ നിന്നും നമ്മെ വേർതിരിച്ചു നിർത്തുവാൻ, കർത്താവിന് സ്വീകാര്യമായ ഒരു ജീവിതം നയിക്കുവാൻ നമുക്ക് കഴിയണം. എന്നാൽ മാത്രമേ നാം അനുഷ്ഠിക്കുന്ന നോമ്പുകൾക്ക് അർത്ഥമുണ്ടാവുകയുള്ളൂ. പ്രിയമുള്ളവരെ, ശുദ്ധമുള്ള നോമ്പ് ജയത്തിൻ്റെ അടയാളവും ശത്രുവിൻ്റെ നേരെയുള്ള തോൽക്കാത്ത ആയുധവുമാണ്. നമ്മുടെ പൂർവ്വപിതാക്കന്മാർ നോമ്പ് അനുഷ്ഠിച്ചു ശക്തിയെ പുതുക്കാൻ. പ്രകൃതി നമ്മെ പഠിപ്പിക്കുന്ന മഹത്തായ ഒരു പാഠമുണ്ട്. മരങ്ങൾ അത് കാലാകാലങ്ങളിൽ അതിൻ്റെ ഇലകൾ പൊഴിക്കാറുണ്ട്. എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? ഒരു പുതുക്കത്തിന് വേണ്ടി. അതായത് അടുത്ത മഴയത്ത് പുതിയ നാമ്പെടുക്കാൻ അവ തയ്യാറെടുക്കുകയാണ്. അതുപോലെ ശുദ്ധമുള്ള നോമ്പിലൂടെ നമ്മുടെ ജീവിതങ്ങളിൽ പുതുക്കം ഉണ്ടാകണം. ഒരു പുതിയ സൃഷ്ടിയായി നാം മാറണം. അപ്പോൾ നോമ്പ് കാലത്തിൻ്റെ ചില പ്രത്യേകതകളിലൂടെയാണ് നാം ഇന്ന് കടന്നു പോകുന്നത്. അതിനായി അല്പനേരം ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. നിങ്ങളെ കഴുകി വെടിപ്പാക്കുവിൻ, നിങ്ങളുടെ പ്രവൃത്തികളുടെ ദോഷത്തെ എൻ്റെ കണ്ണിൻ മുൻപിൽ നിന്ന് നീക്കിക്കളവിൻ. തിന്മ ചെയ്യുന്നത് മതിയാക്കുവിൻ, നന്മ ചെയ്യുവാൻ പഠിപ്പിൻ. ന്യായം അന്വേഷിപ്പിൻ, പീഡിപ്പിക്കുന്നവരെ നേർവഴിക്കാക്കുവിൻ. അനാഥന് ന്യായം നടത്തിക്കൊടുപ്പിൻ, വിധവയ്ക്ക് വേണ്ടി വ്യവഹരിപ്പിൻ. വരുവിൻ, നമുക്ക് തമ്മിൽ വാദിക്കാം എന്ന് യഹോവ അരുളി ചെയ്യുന്നു. നിങ്ങളുടെ പാപങ്ങൾ കടും ചുവപ്പായിരുന്നാലും ഹിമം പോലെ വെളുക്കും, രക്താംബരം പോലെ ചുവപ്പായിരുന്നാലും പഞ്ഞി പോലെ ആയിത്തീരും. അപ്പോൾ നമ്മൾ ഈ വേദഭാഗത്തിലൂടെ കടന്നു പോകുമ്പോൾ ഒരു ജീവിത വിശുദ്ധിയുടെ അനുഭവം നമുക്ക് കാണാം. അതുകൊണ്ട് തന്നെ നോമ്പുകാലത്തിൻ്റെ ഒന്നാമത്തെ പ്രത്യേകതയായിട്ട് ജീവിത വിശുദ്ധി. നോമ്പുകാലം ജീവിത വിശുദ്ധിയുടെ കാലം. ദൈവം തൻ്റെ ജനത്തിൽ നിന്ന് ഒരു വിശുദ്ധമായ ജീവിതത്തെയാണ് ആഗ്രഹിക്കുന്നത്. ഇവിടെ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 16-ാം വാക്യം നമ്മൾ ശ്രദ്ധിച്ചു. നിങ്ങളെ വെടിപ്പാക്കുവിൻ, നിങ്ങളുടെ പ്രവൃത്തികളുടെ ദോഷത്തെ എൻ്റെ കണ്ണിൻ്റെ മുൻപിൽ നിന്ന് നീക്കിക്കളവിൻ എന്നാണ് അവിടെ പറയുന്നത്. ഇന്ന് നമ്മുടെ പ്രവൃത്തികൾ ദൈവഹിതപ്രകാരമാണോ? ദൈവഹിതത്തിന് വിരുദ്ധമായിട്ടുള്ള പ്രവൃത്തികളല്ലേ നമ്മിൽ നിന്ന് ഉണ്ടാകുന്നത്? എന്നാൽ നാം ഇന്ന് പുതുക്കം അവകാശപ്പെടുകയാണ്. എന്നാൽ നാം തിന്മയുടെ പ്രവൃത്തികളുടെ പുറകെ പോവുകയുമാണ്. എന്നാൽ ജീവിത വിശുദ്ധി കൈവരിക്കുന്നതിനുള്ള ഏറ്റവും നല്ല മാർഗമാണ് നോമ്പും ഉപവാസവും. നമ്മിലെ കുറവുകളെയും അശുദ്ധികളെയും ഒക്കെ നീക്കി ദൈവത്തിങ്കിലേക്കുള്ള ദൂരം കുറയ്ക്കുന്നതിനുള്ള ഒരു മാർഗം. വലിയ ആത്മീക അനുഗ്രഹം ലഭിക്കുന്ന ഒരുക്കത്തിൻ്റെ നാളുകൾ. ഉറുമ്പിനെ കണ്ട് നാം ചില കാര്യം പഠിക്കേണ്ടതുണ്ട്. അതായത് വരാൻ പോകുന്ന ശീതകാല വറുതിയെ അതിജീവിക്കാൻ വേണ്ടി ദൈവം കൊടുത്തിരിക്കുന്ന സ്വാഭാവിക പ്രേരണയാൽ ഉറുമ്പ് എന്ത് ചെയ്യുന്നു? വസന്തകാലത്ത് അതിനാവശ്യമായ ഭക്ഷണം ശേഖരിക്കുന്നു. അതുപോലെ ജ്ഞാനിയായ വിശ്വാസി ഒരു വർഷത്തെ കാലത്തേക്ക് അവന് ആവശ്യമായിട്ടുള്ള ആത്മീക ഫലങ്ങൾ സ്വന്തമാക്കുന്നത് അവൻ അനുഷ്ഠിക്കുന്ന നോമ്പിലൂടെയാണ്, ശുദ്ധമായ നോമ്പിലൂടെയാണ്. ഇവിടെ നിങ്ങളെ കഴുകി വെടിപ്പാക്കുവിൻ, നിങ്ങളുടെ പ്രവൃത്തികളുടെ ദോഷത്തെ എൻ്റെ കണ്ണിന് മുൻപിൽ നിന്ന് നീക്കിക്കളവിൻ, തിന്മ ചെയ്യുന്നത് മതിയാക്കുവിൻ, നന്മ ചെയ്യുവാൻ പഠിപ്പിൻ, ന്യായം അന്വേഷിപ്പിൻ എന്നൊക്കെയാണ് ഇവിടെ പറയുന്നത്. ഇവിടെ ദൈവം ഒരു
ഒരു ന്യായാധിപനെ പോലെ സംസാരിക്കുകയാണ്. അതായത് ഇസ്രായേലിൻ്റെ പാപം ശിക്ഷാർഹമാണെന്നുള്ളത് വളരെ വ്യക്തമാണ്. എന്നാൽ ഈ പാപം എത്ര കഠിനമായിക്കൊള്ളട്ടെ, അതിനെ ഹിമവും പഞ്ഞിയും പോലെ നിഷ്കളങ്കതയുടെ നിർമ്മലതയുടെ പ്രതീകമായ വെണ്മയായി തീർക്കും എന്നിവിടെ പറയുന്നു. നമുക്കും ഇത്തരത്തിൽ നമ്മിലെ പാപങ്ങളെ, കുറ്റങ്ങളെ, തിന്മ പ്രവൃത്തികളെ ദൈവസന്നിധിയിൽ ഏറ്റുപറയാം. ഒരു വിശുദ്ധിയുടെ അനുഭവത്തിലേക്ക് നമുക്ക് കടന്നു വരാം. പകൽ മേഘസ്തംഭമായും രാത്രി അഗ്നിതൂണായും വഴി നടത്തിയ ഇസ്രായേലിൻ്റെ പരിശുദ്ധനായ ദൈവം തൻ്റെ ജനത്തിന് വിശക്കുമ്പോൾ മന്നായും ദാഹിക്കുമ്പോൾ മാറായിലെ കൈപ്പുള്ള ജലവും മാധുര്യമാക്കി കൊടുക്കുകയും ചെയ്ത ദൈവം തളർന്നു പോകാതെയും അവരുടെ വസ്ത്രം ജീർണിച്ചു പോകാതെയും വഴി നടത്തിയ ഇസ്രായേലിൻ്റെ പരിശുദ്ധനായ ദൈവത്തിൽ നിന്ന് അത്ഭുതങ്ങളും അടയാളങ്ങളും കാണാതെ വന്നപ്പോൾ ഇസ്രായേൽ ജനം ദൈവത്തിനെതിരെ പിറുപിറുത്തു. നമ്മളെപ്പോലെ നാം എന്തു ചെയ്യും? ദൈവത്തിൽ നിന്ന് അനവധിയായ അനുഗ്രഹങ്ങളും നന്മകളും എല്ലാം സ്വന്തമാക്കിയിട്ട് ഒരു ചെറിയൊരു പ്രതിസന്ധി നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നാം എന്ത് ചെയ്യും? ദൈവത്തെ തള്ളിപ്പറയും. ആ നിമിഷത്തിൽ നാം ദൈവത്തെ തള്ളിപ്പറയാറുണ്ട്. എന്നാൽ യോശുവ പ്രവാചകൻ നമ്മെ ഓർപ്പിക്കുന്നു, ഈ വഴിക്ക് നിങ്ങൾ മുൻപേ പോയിട്ടില്ലല്ലോ, നിങ്ങൾ നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പിൻ, എന്നാൽ യഹോവ നിങ്ങളുടെ ഇടയിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. എന്നെ തന്നെ, എൻ്റെ കുടുംബത്തെ, എൻ്റെ ജീവിതത്തെ ശുദ്ധീകരിക്കുവാൻ ഇന്ന് ഈ വിശുദ്ധ ദിനത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം എന്നിൽ പകരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നോമ്പുകാലത്തിൻ്റെ പ്രത്യേകത, നാം നോമ്പ് അനുഷ്ഠിച്ചിട്ട് 43 ദിവസങ്ങളായി. എല്ലാ ദിവസവും നാം ദൈവവചനം കേൾക്കുന്നു. കേട്ട കാര്യങ്ങൾ തന്നെയാണ് വീണ്ടും ഒന്ന് ഓർമ്മപ്പെടുത്തുന്നതും. പക്ഷെ നാം വചനം കേട്ടു, നാം ഇന്ന് നമ്മുടെ ജീവിതം വിശുദ്ധിയുടെ പാതയിലാണോ? രണ്ടാമതായിട്ട് നോമ്പുകാലത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് വചന പഠനത്തിൻ്റെ കാലമാണ്. നോമ്പുകാലം വചന പഠനത്തിൻ്റെ കാലം. ഒന്നാമത് പറഞ്ഞു എന്താണ്? ജീവിത വിശുദ്ധിയുടെ കാലം. രണ്ടാമത്തേത് വചന പഠനത്തിൻ്റെ കാലം. നമുക്കറിയാം, നോമ്പുകാലം എന്ന് പറയുന്നത് വചന വായനയുടെയും വചന ധ്യാനത്തിൻ്റെയും കാലമാണ്. നാമും നമ്മുടെ ഭവനങ്ങളിൽ ബൈബിൾ പാരായണത്തിനായിട്ട് കൂടുതൽ സമയം നോമ്പുകാലത്ത് കണ്ടെത്താറുണ്ട്. അപ്പോൾ വചനമെന്ന മായമില്ലാത്ത പാൽ നുകരുന്നതിലൂടെ നമ്മിൽ ഒരു ആത്മീക പുതുക്കം ഉണ്ടാകുന്നു. ഈ നാളുകളിൽ നമുക്ക് ആത്മീക പുതുക്കം ഉണ്ടാകുന്നു എന്നാണ് പറയുന്നത്. വേദപുസ്തക വായനയുടെ അനുഗ്രഹം വളരെ വലുതാണ്. അതായത് ഓരോ ദിനവും നാം വായിക്കുന്ന വേദഭാഗം നൽകുന്ന അനുഗ്രഹം വളരെ വലുതായതാണ്. അതായത് വചനം വായിക്കുമ്പോൾ ഒരു കടുകുമണി നിലത്ത് വീണ് ഒരു വലിയൊരു വൃക്ഷമായി മാറുന്നത് പോലെ നമുക്കും ക്രിസ്തുവിൽ വളരാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ വചനമാകുന്ന വിത്തുകൾ എൻ്റെ ഹൃദയമാകുന്ന നിലങ്ങളിൽ ഒരു മഴ പോലെ നനയപ്പെടണം. എന്നാൽ മാത്രമേ ആ വചന വിത്തുകൾ വളർന്ന് എന്നിൽ ക്രിയ ചെയ്യുകയുള്ളൂ, പ്രവർത്തിക്കുകയുള്ളൂ. അപ്പോൾ വചനം എന്ന് പറയുന്നത് വാഗ്ദത്തമാണ്. ഈ വാഗ്ദത്ത വചനം നീ നടക്കുമ്പോൾ നിനക്ക് വഴി കാണിക്കും. നീ ഉറങ്ങുമ്പോൾ ഈ വചനം നിന്നെ കാക്കും. നീ ഉണരുമ്പോൾ വചനം നിന്നോട് സംസാരിക്കും. അങ്ങനെയാണെങ്കിൽ വചനം നാം ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ജീവിതം ശുദ്ധീകരിക്കപ്പെടുന്നു, നമ്മുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നു. പിശാചിൽ നിന്ന് വിജയിക്കുവാനുള്ള ശക്തി, പിശാചിനോട് പോരാട്ടത്തിൽ വിജയിക്കുവാനുള്ള ശക്തി നമുക്ക് ഏതിലൂടെയാണ് കിട്ടുന്നത്? വചനത്തിലൂടെ. നമുക്കറിയാം, ദൈവവചനം ജീവനും ചൈതന്യവും ഉള്ളതായി, ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനകളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു. ആ ഒരു വാക്യത്തിൽ തന്നെ ദൈവവചനത്തിൻ്റെ ശക്തി നമുക്ക് ദർശിക്കാം.
നമ്മുടെ ഹൃദയങ്ങളെ ശോധന ചെയ്യുന്ന വചനം, സൗഖ്യമാക്കുന്ന വചനം, ആശ്വസിപ്പിക്കുന്ന വചനം, ജീവിപ്പിക്കുന്ന വചനം, വിശ്വാസയോഗ്യമായ സത്യവചനം. ഏത് പ്രതിസന്ധികളിലും നമ്മുടെ മനസ്സിനെ സ്വസ്ഥമായി കാക്കുവാനും ആത്മീക പുരോഗതിയിലേക്ക് നമ്മെ നയിക്കുവാനും പ്രാപ്തിയുള്ളതാണ് ദൈവവചനം. ആ വചനം നാം കേൾക്കുന്നുണ്ട്, പക്ഷേ ആ വചനത്തെ നാം ഗ്രഹിക്കാറുണ്ടോ, ധ്യാനിക്കാറുണ്ടോ? വചനം കേട്ട് നിങ്ങളെ തന്നെ ചതിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. വചനം കേൾക്കുന്നുണ്ട്, ആ വചനപ്രകാരം നാം എന്ത് ചെയ്യണം? ജീവിക്കണം. നാം പലപ്പോഴും അങ്ങനെയാണോ എന്ന് ചിന്തിക്കുക. നമുക്കറിയാം, കടലിലെ മത്സ്യത്തെ നോക്കുമ്പോൾ അതിൽ നിന്ന് നമുക്കൊരു ഉപമ പഠിക്കാനായിട്ട് സാധിക്കും. മത്സ്യം എന്ന് പറയുന്നത് എല്ലാ സമയവും കടലിലാണ്, ഉപ്പുവെള്ളത്തിൽ. അത് ജനിച്ച് വളർന്ന് പാകപ്പെടുന്നത് ഉപ്പുവെള്ളത്തിൽ. പക്ഷേ ഒരു കാര്യം, മത്സ്യത്തിൻ്റെ മേലെ ഉപ്പ് പിടിക്കാറില്ല. അപ്പോൾ ദൈവവചനം വായിച്ചാൽ നമുക്കറിയാം ഇന്നത്തെ സമൂഹത്തിൻ്റെ അവസ്ഥ. അതായത് മ്ലേച്ഛതകളിൽ കൂടി നടന്നു പോകുമ്പോൾ, ഇന്നത്തെ സമൂഹത്തിലെ മ്ലേച്ഛതകളിൽ കൂടി നാം നടന്നു പോയാലും നമ്മെ അതെന്ത് ചെയ്യില്ല, ലെവലേശം നമ്മെ തൊടത്തില്ല. നമുക്ക് എന്താണ്, ഒരു ദോഷവും തട്ടാതെ വണ്ണം ഈ ദൈവവചനം നമ്മെ വഴി നടത്തും. അതുകൊണ്ട് തന്നെ നമുക്ക് ദൈവവചനത്തെ കാലിന് ദീപമായി, പാതയ്ക്ക് പ്രകാശമായി സ്വീകരിക്കാം. പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനെ പോലെ നമ്മുടെ ഹൃദയമാകുന്ന നിലങ്ങളിൽ ദൈവവചനം നിറച്ച് ദൈവവചനത്താൽ നമ്മുടെ ഹൃദയമാകുന്ന നിലങ്ങളെ പണിയാം. ഇവിടെ മൂന്നാമതായിട്ട് പ്രാർത്ഥനയുടെ കാലം. നമ്മൾ രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി. ഒന്നാമത്, നോമ്പ് കാലഘട്ടത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ജീവിത വിശുദ്ധിയുടെ കാലം. രണ്ടാമത്തേത് വചന പഠനത്തിൻ്റെ കാലം. മൂന്നാമത്തേത് പ്രാർത്ഥനയുടെ കാലം. നമുക്കറിയാം, നോമ്പ് കാലം വചന പഠനത്തോടൊപ്പം പ്രാർത്ഥനയ്ക്കും നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. പ്രാർത്ഥനയുടെ കാലമാണ്. പ്രാർത്ഥനയാൽ അനുഗ്രഹിക്കപ്പെട്ട കാലമാണ്. അപ്പോൾ എന്താണ് പ്രാർത്ഥന? നമ്മുടെ ജീവിതത്തെ ചലനാത്മകമാക്കുന്ന ശക്തിയാണ് പ്രാർത്ഥന. നമ്മുടെ ആത്മീക ജീവിതത്തിൽ ഒരിക്കലും ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് പ്രാർത്ഥന. നാം നമ്മുടെ വായിലെ വാക്കുകളും ഹൃദയത്തിലെ ധ്യാനവും കൊണ്ട് പ്രാർത്ഥനയിൽ നമ്മുടെ അപേക്ഷകളും നമ്മുടെ നന്ദിയും സ്തുതിയും ദൈവത്തിങ്കൽ അർപ്പിക്കുന്നു. അതാണ് പ്രാർത്ഥന. അതെവിടെ നിന്നാണ് രൂപപ്പെടേണ്ടേ? നമ്മുടെ ഉള്ളിൽ നിന്ന് രൂപപ്പെട്ട് വരേണ്ടതാണ് പ്രാർത്ഥന. മനുഷ്യനെയും ദൈവത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു കണ്ണി. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തെ പ്രവർത്തിപ്പിക്കുന്ന എഞ്ചിനാണ് പ്രാർത്ഥന. എന്നാൽ ഈ എഞ്ചിൻ പ്രവർത്തിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അതിൽ എണ്ണ ഒഴിച്ചു കൊടുക്കണം. ആ എണ്ണയാണ് വിശ്വാസം എന്ന് പറയുന്നത്. പ്രാർത്ഥന എന്ന എഞ്ചിനും വിശ്വാസം എന്ന എണ്ണയും ഒരുപോലെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതം മുന്നോട്ട് പോവുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ പ്രാർത്ഥനകൾ നാളെ നമ്മുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന പ്രതിസന്ധികളെ തരണം ചെയ്യാൻ നമ്മെ സഹായിക്കും. കാലത്തിൻ്റെ മാറ്റത്തിനനുസരിച്ച് നമ്മുടെ പ്രാർത്ഥനയുടെ അളവും കനവും കൂട്ടേണ്ടതുണ്ട്. ഇന്നത്തെ കാലം നമുക്കറിയാം പഴയ കാലഘട്ടത്തിലെ അവസ്ഥയാണോ? നമുക്കറിയാം, മുതിർന്ന ആൾക്കാർക്കറിയാം. ഇന്നത്തെ കാലത്ത് പ്രാർത്ഥനയുടെ അളവും കനവും കൂട്ടുക തന്നെ ചെയ്യണം. പ്രാർത്ഥനയിലൂടെ പരിഹരിക്കാൻ പറ്റാത്ത യാതൊരു വിഷയവുമില്ല. നമുക്കറിയാം, ഓരോ ദിവസവും നമ്മുടെ പ്രവർത്തനങ്ങൾ പ്രാർത്ഥനയിലൂടെ തുടങ്ങുകയാണെങ്കിൽ ലഭിക്കുന്ന അനുഗ്രഹവും വളരെ വലുതായിരിക്കും. അതുകൊണ്ട് പ്രാർത്ഥന നമുക്ക് മുറുകെ പിടിക്കാം. ദൈവസന്നിധിയിൽ നേരുള്ളവനും നിഷ്കളങ്കനും ദൈവഭക്തനുമായി അറിയപ്പെട്ട ഇയ്യോബ് തൻ്റെ മക്കൾ തെറ്റ് ചെയ്തു പോയോ എന്നോർത്ത് മക്കളെ ശുദ്ധീകരിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമായിരുന്നു. കണ്ണുനീരിനെ കരുത്താക്കി മാറ്റിയ ഇയ്യോബിൻ്റെ വിശ്വാസം, ഈ വിശ്വാസം ഇന്ന് നമ്മിലുണ്ടോ? ഇന്ന് നാം എന്താ ചെയ്യാറുള്ളത്? നമ്മുടെ മക്കൾ തെറ്റ് ചെയ്താൽ എന്ത് ചെയ്യും? മൂടി വയ്ക്കും. അങ്ങനെയാണോ? നാം നമ്മുടെ മക്കൾക്ക് വേണ്ടി
ഇയ്യോബിനെ പോലെ അനുദപിച്ച് പ്രാർത്ഥിക്കണം. അപ്പോസ്തല പ്രവൃത്തികളിലെ 7-ാം അധ്യായം അതിൻ്റെ 56-ാം വാക്യം ശ്രദ്ധിക്കുമ്പോൾ സ്തേഫാനോസ് സ്വർഗത്തെ നേരിൽ കണ്ട് സംസാരിച്ചതായി കാണാം. കല്ലേറ് കൊള്ളുന്നതിന് നടുവിലും സ്തേഫാനോസ് എന്ത് ചെയ്തു? പ്രാർത്ഥനയ്ക്കായി തൻ്റെ മുട്ടുകൾ മടക്കി. അങ്ങനെ തൻ്റെ പ്രാർത്ഥനയ്ക്ക് മുന്നിൽ സ്വർഗം തുറന്നു വന്നതായി നമുക്കവിടെ കാണാൻ സാധിക്കും. തൻ്റെ പേരിനെ അന്വർത്ഥമാക്കിക്കൊണ്ട് ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളിലും ദൈവം എൻ്റെ ന്യായാധിപനെന്ന് ഉറക്കെ വിശ്വസിച്ചൊരു പ്രവാചകനുണ്ട്. ആരാ? ദാനിയേൽ. ഇപ്പോൾ ദാനിയേൽ പ്രവാചകന്റെ കാലത്ത് നെബൂഖദ്നേസർ രാജാവ് ഒരു സ്വപ്നം കണ്ടു. രാവിലെ എണീറ്റപ്പോൾ സ്വപ്നം മറന്നുപോയി. അപ്പോൾ എന്തായാലും സ്വപ്നത്തെയും സ്വപ്ന വ്യാഖ്യാനവും അദ്ദേഹത്തിന് അറിഞ്ഞേ പറ്റൂ. അങ്ങനെ രാജ്യത്ത് അവിടെ വിദ്വാൻമാരെയും പണ്ഡിതന്മാരെയും കൽദയരെയും എല്ലാവരെയും വിളിച്ചു വരുത്തുന്നുണ്ട്. ആർക്കും തന്നെ സ്വപ്ന വ്യാഖ്യാനം നടത്താൻ സാധിക്കുന്നില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ അകമ്പടി നായകൻ ആരുടെ അടുക്കൽ വരുന്നു? ദാനിയേൽ പ്രവാചകന്റെ അടുക്കൽ വരുന്നു. മറഞ്ഞിരിക്കുന്ന രഹസ്യങ്ങളെ വെളിപ്പെടുത്തി തരുന്ന ഒരു ദൈവം എനിക്ക് ഉണ്ട് എന്നുള്ള ധീരമായ വിശ്വാസത്തോടെ ആ ദൗത്യം എന്ത് ചെയ്യുന്നു? ദാനിയേൽ ഏറ്റെടുത്തു. എന്നിട്ട് എന്താ ചെയ്തേ? അന്ന് രാത്രിയിൽ തൻ്റെ കൂട്ടുകാരുമൊത്ത് ഒരുമനപ്പെട്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചപ്പോഴോ ആർക്കും വെളിപ്പെടുത്തി കൊടുക്കാത്ത ആ രഹസ്യം ദൈവം ദാനിയേൽ പ്രവാചകന് വെളിപ്പെടുത്തി കൊടുത്തു. ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ചു. കുടുംബത്തിലാകട്ടെ സഭയിലാകട്ടെ ഒരുമനപ്പെട്ടുള്ള വിശ്വാസികളുടെ പ്രാർത്ഥന അത്ഭുതങ്ങൾ കൊണ്ടുവരും എന്നതിൽ യാതൊരു സംശയവും വേണ്ട. മറ്റൊരു സാഹചര്യത്തിലാകട്ടെ തന്നെ സിംഹക്കുഴിയിലേക്ക് തള്ളിയിട്ട രാജാവിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുവാൻ ദാനിയേൽ പ്രവാചകന് സാധിച്ചു. നമ്മുടെ പ്രാർത്ഥനകളിൽ നമ്മുടെ ശത്രുക്കളെ, നമ്മെ ഉപദ്രവിക്കുന്നവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകൾ ദൈവസന്നിധിയിൽ എത്താത്തതിന് കാരണം ഇതൊക്കെ ആയിരിക്കില്ലേ? നമ്മുടെ പ്രാർത്ഥനകൾ നമ്മിലേക്ക് മാത്രം ചുരുങ്ങിപ്പോകാറില്ലേ? നമുക്കും ഒരുമനപ്പെട്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. നമ്മെ ഉപദ്രവിച്ചവർക്ക് വേണ്ടി, നമ്മുടെ ശത്രുക്കൾക്ക് വേണ്ടി നാം എന്ത് ചെയ്യാം? ദാനിയേലിനെ പോലെ ഒരുമനപ്പെട്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ശലോമോൻ യഹോവയോട് ജ്ഞാനവും വിവേകവുമുള്ള ഹൃദയം ആവശ്യപ്പെട്ടു. എന്നാൽ ദൈവം എന്ത് ചെയ്തു? ജ്ഞാനവും വിവേകവും മാത്രമല്ല, ചോദിക്കാത്ത സമ്പത്തും മഹത്വവും കൂടെ കൊടുത്തു. പ്രാർത്ഥനയിൽ ദൈവപ്രസാദം ഉണ്ടായി. നമ്മുടെ പ്രാർത്ഥനകൾ അങ്ങനെയാണോ? നമുക്കും ശലോമോനെ പോലെ പ്രാർത്ഥനകളിൽ, അതായത് നമ്മുടെ പ്രാർത്ഥനകൾ ദൈവപ്രസാദമുള്ളതായി തീരേണ്ടതുണ്ട്. ഇന്ന് ഈ വിശുദ്ധ ദിനത്തിൽ നമ്മുടെ പ്രാർത്ഥനകൾക്ക്, അതായത് ദൈവപ്രസാദമുള്ള പ്രാർത്ഥനയ്ക്ക് നമുക്ക് മുൻതൂക്കം കൊടുക്കാം. കൂടാതെ യേശു തനിക്ക് നേരിട്ട പരീക്ഷകളെ എല്ലാം തന്നെ എന്ത് ചെയ്തു? പ്രാർത്ഥനയിലൂടെയാണ് എന്ത് ചെയ്തത്? പ്രാർത്ഥനയിലാണ് വിജയിച്ചത്. നമുക്കും പ്രാർത്ഥനയിൽ യേശുവിനെ മാതൃകയാക്കാം. ബുദ്ധിയുള്ള കന്യകമാരെ പോലെ നമുക്കും ഒരുങ്ങാം, സമയം തക്കത്തിൽ ഉപയോഗിക്കാം, കർത്താവിൻ്റെ വരവിനായിട്ട് കാതോർക്കാം. നാലാമതായിട്ട് നോമ്പ് കാലത്തെ അനുതാപത്തിൻ്റെ കാലമെന്ന് കാണാം. ജീവിത വിശുദ്ധിയുടെ കാലം, വചന പഠനത്തിൻ്റെ കാലം, പ്രാർത്ഥനയുടെ കാലം, അനുതാപത്തിൻ്റെ കാലം. നാം എല്ലാവരും ജീവിത വിശുദ്ധിയിൽ അല്ലെങ്കിൽ വിശുദ്ധിയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. നാം വിശുദ്ധിയിൽ ജീവിക്കണമെന്ന് വിചാരിച്ചാലും പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യും? പാപത്തിൽ വീണു പോകും. അപ്പോൾ നമ്മൾ ഈ ചെയ്ത പാപത്തെക്കുറിച്ച് അനുതപിക്കാറുണ്ടോ? ഇപ്പോൾ എന്താണ് അനുതാപം? പാപം ചെയ്ത ശേഷം ചെയ്ത പാപത്തെക്കുറിച്ച് മനസ്സിലുണ്ടാകുന്ന കുറ്റബോധവും ദുഃഖവും ദൈവത്തോടുള്ള നിർവ്യാജമായ ഏറ്റുപറച്ചിലും. ഇപ്പോൾ പാപം ചെയ്ത നമ്മളെന്ത് ചെയ്യും? മനുഷ്യരാണ്, സ്വാഭാവികം. ഇപ്പോൾ പാപം ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലൊരു കുറ്റബോധം ഉണ്ടാകാറുണ്ടോ? ഒരു ദുഃഖമുണ്ടാകാറുണ്ടോ? നാം ദൈവത്തോട് ഏറ്റുപറയാറുണ്ടോ? ആ ഏറ്റുപറച്ചിലാണ് അനുതാപം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അനുതാപം എന്ന് പറയുന്നത്
ദൈവത്തിന് വേണ്ടി നിറവേറ്റുന്ന ഒരു കടമയല്ല, അത് നമുക്ക് വേണ്ടിയുള്ളതാണ്. നമ്മുടെ കുറവുകളെ തിരിച്ചറിയുന്ന നിമിഷങ്ങൾ. പശ്ചാത്താപ വിവശരായി പാപം ഏറ്റുപറഞ്ഞ് ദൈവത്തിൽ പൂർണ്ണമായി അർപ്പിക്കുക, സമർപ്പിക്കുക എന്നുള്ളതാണ്. ഇന്ന് ഈ വിശുദ്ധ ദിനത്തിൽ നമുക്കും പറയാൻ കഴിയണം, അപ്പാ ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു, ഇനി നിന്റെ മകൻ എന്ന് വിളിക്കുവാൻ ഞാൻ യോഗ്യനല്ല. ആ ഒരു അനുതാപം സന്തോഷിക്കുന്നതിന് കാരണമാകും. പത്രോസ് മനം നൊന്ത് കരഞ്ഞു, തൻ്റെ പാപങ്ങളെ കണ്ണുനീരാൽ കഴുകി വിശുദ്ധീകരിച്ചു. നമുക്കും നമ്മുടെ പാപങ്ങൾക്കായി നമുക്ക് എന്ത് ചെയ്യാം? ദൈവത്തോട് കണ്ണുനീരാൽ കഴുകി നമ്മുടെ പാപങ്ങളെ ഈ വിശുദ്ധ ദിനങ്ങളിൽ കഴുകാം. ഒരു ചെത്തി വെടിപ്പാക്കൽ, ഒരു ഉടച്ചു വാർക്കൽ, ഒരു ആത്മശോധന, ഒരു പുതുക്കത്തിൻ്റെ, ഒരു രൂപാന്തരണത്തിൻ്റെ അനുഭവം നമ്മിൽ ഓരോരുത്തരിലും ഉണ്ടാകേണ്ട ദിനങ്ങൾ. ദൈവം നമ്മോട് ആഹ്വാനം ചെയ്യുന്നു, എങ്കിലേക്ക് തിരുവിനെന്ന്. എന്നെ നന്നായി കഴുകി എൻ്റെ അകൃത്യം പോക്കണമേ, എൻ്റെ പാപം നീക്കി എന്നെ വെടിപ്പാക്കണമേ എന്ന് ഈ വിശുദ്ധ ദിനത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയണം. ദൈവം നമ്മോട് ആഹ്വാനം ചെയ്യുന്നു, എങ്കിലേക്ക് തിരുവിൻ. നമുക്ക് ദൈവത്തിങ്കിലേക്ക് തിരിയാം. തകർന്നും നുറുങ്ങിയതുമായ ഹൃദയത്തോടെ ദൈവസന്നിധിയോട് അടുക്കാം. വസ്ത്രങ്ങളെയല്ല, ഹൃദയങ്ങളെ കീറി യഹോവയെങ്കിലേക്ക് നമുക്ക് മടങ്ങാം. മോശ 40 ദിവസം നോമ്പനുഷ്ഠിച്ച് ദൈവത്തിൻ്റെ പർവ്വതത്തിൽ നിന്നും ഇറങ്ങി വന്നപ്പോൾ മോശയുടെ മുഖം സൂര്യനെ പോലെ പ്രകാശിച്ചു. എന്നിൽ ഈ തേജസ് ഉണ്ടാക്കുവാൻ എനിക്ക് സാധിച്ചുവോ? കൂടാതെ മോശയുടെ കയ്യിൽ ദൈവത്തിൻ്റെ കൽപ്പലകകൾ ഉണ്ടായിരുന്നു. നമുക്ക് ഈ നോമ്പ് കാലഘട്ടത്തിൽ, ഈ വിശുദ്ധ ദിനങ്ങളിൽ ദൈവത്തിൻ്റെ കൽപ്പനകളെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുവാൻ എനിക്ക് സാധിക്കുന്നുവോ? പെൻസിൽ നമ്മെ പഠിപ്പിക്കുന്ന ഒരു മഹത്തായ കാര്യമുണ്ട്, പെൻസിൽ. അപ്പോൾ പെൻസിൽ കൊണ്ട് എഴുതുമ്പോഴും നമുക്ക് തെറ്റ് പറ്റാറുണ്ട്. പക്ഷേ അതിൻ്റെ മറുവശത്ത് എന്തുണ്ട്? ഇറൈസറുണ്ട്. അപ്പോൾ ഈ ഇറൈസർ കൊണ്ട് ഈ തെറ്റിന് എന്ത് ചെയ്യാൻ പറ്റും? വളരെ വേഗത്തിൽ മായ്ച്ചു കളയാൻ പറ്റും. അപ്പോൾ ഒരു പെൻസിലിന് തനിക്ക് പറ്റുന്ന തെറ്റുകളെ വളരെ വേഗത്തിൽ മായ്ച്ചു കളയാൻ സാധിക്കുന്നത് പോലെ നമുക്കും നമ്മിൽ പറ്റുന്ന തെറ്റുകളെ എന്ത് ചെയ്യണം? അപ്പോഴപ്പോൾ സ്വയം തിരുത്തുവാൻ നമുക്ക് കഴിയണം. അങ്ങനെ ഒരു സ്വയം തിരുത്തലിനുള്ള ദിനമാകട്ടെ ഈ വിശുദ്ധ ദിനം. നമുക്കറിയാം, നമ്മൾ സ്ഥിരം അച്ഛൻ പ്രസംഗിക്കുകയാണ് അത്തിയുടെ ഉപമ. നമ്മുടെ എല്ലാവരുടെയും അവസ്ഥ അത് തന്നെയാണ്. അത്തിയുടെ ഒരവസ്ഥയാണ്. പുറമേ കാണുമ്പോൾ നല്ല പച്ചപ്പ്, എന്നാൽ അകമേ ആത്മാവിൻ്റെ ഫലങ്ങൾ ഇല്ലാത്ത അവസ്ഥ. ഈ അവസ്ഥ നമ്മിൽ നിന്ന് മാറേണ്ടതുണ്ട്. എന്നാൽ ഓരോ വർഷക്കാലവും പരിശുദ്ധ നോമ്പ് വീണ്ടും നമുക്ക് അവസരം നൽകിക്കൊണ്ടിരിക്കുകയാണ്. നമ്മെക്കാൾ എത്രയോ യോഗ്യരായ ആൾക്കാരാണ് ഈ ലോകത്തു നിന്നും എടുക്കപ്പെട്ടത്. വീണ്ടും ഇതാ നമുക്കൊരു നോമ്പ് കാലഘട്ടം നമുക്ക് എന്ത് ചെയ്യുന്നു? ദൈവം ഒരുക്കി തന്നു. ഒരു വർഷക്കാലം കൂടെ നിൽക്കട്ടെ. ഇനിയുള്ള ഓരോ നിമിഷവും നാം ജാഗരൂകരായിരിക്കണം. കാരണം പാപം നമ്മുടെ വാതിൽപ്പടിയിൽ പതിയിരിക്കുന്നു. വളരെ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ എന്ത് ചെയ്യും? പാപം നമ്മെ കീഴ്പ്പെടുത്തുക തന്നെ ചെയ്യും. കൂടാതെ നമ്മുടെ ഇന്നത്തെ ദിനത്തിൻ്റെ പ്രത്യേകത അച്ഛൻ പറഞ്ഞു, നമ്മിൽ കുടികൊണ്ടിട്ടുള്ള യൂദയുടെ മനോഭാവങ്ങളെ എന്ത് ചെയ്യണം? നമ്മിൽ നിന്ന് നീക്കിക്കളയണം. എന്താണ് യൂദയുടെ മനോഭാവങ്ങൾ? ഹൃദയകാഠിന്യം, കപട മനോഭാവം, ധനമോഹം, ഒറ്റിക്കൊടുക്കൽ, വഞ്ചന, ചതി. നമ്മളും നമ്മുടെ മനസ്സിലും ഒരു യൂദയുണ്ട്. ആ യൂദയുടെ മനോഭാവങ്ങളെ ഇന്ന് ഈ ദിനത്തിൽ നമ്മിൽ നിന്ന് നീക്കിക്കളയുവാനായിട്ട് നമുക്ക് സാധിക്കണം. കൂടാതെ പാപിനിയായ സ്ത്രീ എന്ത് ചെയ്തു? അവൾ വിലയേറിയ പരിമള തൈലം യേശുവിനായി സമർപ്പിച്ചു. അവൾ വിലയേറിയത് സമർപ്പിച്ചു. അവിടെ ഒരു പൂർണ്ണമായിട്ടുള്ള സമർപ്പണം നമുക്ക് കാണാം. അത്തരത്തിൽ നമുക്കും നമ്മെ തന്നെ പൂർണ്ണമായിട്ട് ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. വചനധ്യാനത്തിലൂടെയും പ്രാർത്ഥനാ നിർഭരമായ ജീവിതത്തിലൂടെയും നമ്മിൽ രൂപാന്തരം വരുത്തുവാനും അനുതാപ ഹൃദയത്തോടെ പൂർണ്ണ വിശുദ്ധി പ്രാപിച്ചുകൊണ്ട് ദൈവത്തിങ്കിലേക്ക് മടങ്ങുവാനും ഒരു പുനരുത്ഥാനത്തിൻ്റെ സന്തോഷം അനുഭവിക്കുവാനും ദൈവം നമ്മിൽ കൃപ ചൊരിയട്ടെ.
നമുക്കറിയാം വിളക്ക് കത്തിച്ച് പറയിൻ കീഴല്ല വയ്ക്കുന്നത്, അതെവിടെയാണ് വയ്ക്കുന്നത്? തണ്ടിന്മേലാണ് വയ്ക്കുന്നത്. അപ്പോൾ അത് ആ വീട്ടിലുള്ള എല്ലാവർക്കും പ്രകാശം ചൊരിയുന്നു. അത്തരത്തിൽ നമ്മുടെ ജീവിതവും പ്രകാശപൂരിതമാകട്ടെ. ഇന്നത്തെ ദിനത്തിൽ നമ്മുടെ ജീവിതവും മറ്റുള്ളവർക്കായി പ്രകാശപൂരിതമാകുന്ന ഒരു ദിനമാകട്ടെ. യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് പറന്നുയരും. അതെ, ആ ഒരു പ്രത്യാശ നമ്മിലേവരിലും ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം നമ്മുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തു യേശുവിങ്കൽ കാത്തു സൂക്ഷിക്കുമാറാകട്ടെ. ആമേൻ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി സിന്ധുവിനേഷൻ. കണ്ണുകളടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗങ്ങളിൽ അധിവസിക്കുന്നതിനായ നല്ല ദൈവമായ കർത്താവേ, യേശുവപ്പ, ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവെ ഒരു നോമ്പ് കൂടെ കാണുന്നല്ല അവസരം നൽകിയതിനോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. കർത്താവേ, യേശുവപ്പ, ഇനി ദിവസം കർത്താവെ അടിയങ്ങൾക്ക് ആലയത്തിൽ ആരാധിക്കുന്ന കൃപ നൽകിയതിനോർത്ത് സ്തുതിക്കാം. കർത്താവേ, യേശുവപ്പ, ദൈവമേ, ഇന്ന് അടിയങ്ങൾ കേട്ട ദൈവവചനം കർത്താവേ, യേശുവപ്പ, അത് അടിയങ്ങളുടെ ജീവിതത്തിൽ കർത്താവെ വളരെയേറെ ഉപയോഗമുള്ളതാക്കി തീർക്കണമേ. കർത്താവേ, യേശുവപ്പ, ദൈവമേ, വചനം കേട്ട മക്കൾ കർത്താവേ, യേശുവപ്പ, ദൈവമേ, ആരും നശിച്ചു പോകാതെ ദൈവമേ അങ്ങ് കാത്തുകൊണ്ടമേ. കർത്താവേ, യേശുവപ്പ, ഞങ്ങൾ ഇന്ന് കേട്ട വചനം കർത്താവേ, യേശുവപ്പ, ഞങ്ങളുടെ മനസ്സിന് രൂപാന്തരം നൽകി അനുഗ്രഹിക്കണമേ. കർത്താവേ, യേശുവപ്പ, ദൈവമേ, കർത്താവേ, പാപങ്ങളെല്ലാം വിട്ടൊഴിഞ്ഞ് ജീവിക്കുന്ന കൃപ നൽകി അനുഗ്രഹിക്കണമേ. കർത്താവേ, യേശുവപ്പ, ഈ കർത്താവേ, യേശുവപ്പ, നോമ്പ് കാലം കർത്താവേ, യേശുവപ്പ, അടിയങ്ങളുടെ ജീവിതത്തെ പുതുക്കുന്നതിനുള്ള അനുഗ്രഹങ്ങൾ നൽകി അനുഗ്രഹിക്കണമേ. കർത്താവേ, യേശുവപ്പ, ദൈവമേ, ഞങ്ങളുടെ സഭയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, യേശുവപ്പ, സഭാ കുടുംബങ്ങളെല്ലാം ദൈവമേ അങ്ങ് അനുഗ്രഹിക്കണമേ. കർത്താവേ, യേശുവപ്പ, ദൈവമേ, ഓരോ സഭാ കുടുംബത്തിനും കർത്താവേ, യേശുവപ്പ, അവരുടെ ആവശ്യങ്ങളെല്ലാം അങ്ങ് അറിയുന്നുവല്ലോ. കർത്താവേ, യേശുവപ്പ, ആവശ്യങ്ങളെല്ലാം അങ്ങ് നിറവേറ്റി അനുഗ്രഹിക്കണമേ. കർത്താവേ, യേശുവപ്പ, ഈ നോമ്പ് കർത്താവെ അനുഗ്രഹീതമാക്കി നൽകണമേ. കർത്താവേ, യേശുവപ്പ, ദൈവമേ, ഞങ്ങളുടെ സഭയിലെ കർത്താവെ പഠിക്കുന്ന മക്കൾക്ക് വേണ്ടി വരുന്നു. കർത്താവേ, യേശുവപ്പ, അവരുടെ പഠനം കർത്താവെ വിദ്യാഭ്യാസ ജീവിതം അങ്ങ് അനുഗ്രഹിച്ചു കൊടുക്കണമേ. കർത്താവേ, യേശുവപ്പ, ദൈവമേ, അവരുടെ ജീവിതത്തിൽ കർത്താവെ അവിടെ നിന്ന് ഇടപെടാതെ കൂടെ ഇരിക്കണമേ. കർത്താവേ, യേശുവപ്പ, അവരുടെ വിദ്യാഭ്യാസ അങ്ങ് അനുഗ്രഹിച്ചു കൊടുക്കണമേ. കർത്താവേ, യേശുവപ്പ, കർത്താവെ, അവർ പഠിക്കുന്ന കർത്താവ് പഠിച്ച് കർത്താവ് സഭയ്ക്കും സമൂഹത്തിനും ഒരുപോലെ ഉപയോഗമുള്ള മക്കളാക്കി അങ്ങ് അനുഗ്രഹിക്കണമേ. കർത്താവേ, യേശുവപ്പ, യാതൊരു മോശമായ കൂട്ടുകെട്ടിലും കർത്താവെ ഈ ലോകത്തിൻ്റെ മോഹങ്ങളിലൊന്നും പെടാതെ കർത്താവെ ഞങ്ങളുടെ മക്കളെ അങ്ങ് അനുഗ്രഹിക്കണമേ. കർത്താവേ, യേശുവപ്പ, യവന മക്കൾക്ക് വേണ്ടി വരുന്നു. കർത്താവേ, യേശുവപ്പ, അവിടെ നിന്ന് അങ്ങ് അനുഗ്രഹിക്കണമേ. കർത്താവേ, യവനം കർത്താവെ ആരും തുച്ഛീകരിക്കാതെ കർത്താവെ അവിടുത്തെ ആശ്രയിച്ച് ജീവിക്കുന്ന കൃപ നൽകി അനുഗ്രഹിക്കണമേ. കർത്താവേ, യേശുവപ്പ, ദൈവമേ, ഞങ്ങളുടെ സഭയിൽ കർത്താവെ വാർദ്ധക്യത്തിലായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, യേശുവപ്പ, അവിടെ നിന്ന് തന്നെ കൂടെ ഇരിക്കണമേ. കർത്താവേ, യേശുവപ്പ, വാർദ്ധക്യത്തിൽ കർത്താവെ അപ്പൻ തന്നെ നല്ല വൈദ്യനായി കൂടെ ഇരിക്കണമേ. കർത്താവേ, യേശുവപ്പ, അവർ കഴിക്കുന്ന മരുന്നുകളിലും കർത്താവെ എല്ലാ അപ്പൻ്റെ കൃപ കൂടെ ഇരിക്കണമേ. കർത്താവേ, യേശുവപ്പ, ഞങ്ങളുടെ സഭയിലെ വിവിധ സംഘടനകൾക്ക് വേണ്ടി വരുന്നു. കർത്താവേ, യേശുവപ്പ, എല്ലാ സംഘടനകളും കർത്താവേ, യേശുവപ്പ, അങ്ങയുടെ നാമമഹത്വത്തിനായി തന്നെ ഇരിക്കുന്ന കൃപ നൽകി അനുഗ്രഹിക്കണമേ. കർത്താവേ, യേശുവപ്പ, ഞങ്ങളുടെ സംഘടനയിലൂടെ കർത്താവേ, യേശുവപ്പ, കർത്താവെ അവിടുത്തെ വചനം ഒന്നുകൂടെ പ്രഘോഷിക്കുന്ന കൃപ കൊടുത്ത് അനുഗ്രഹിക്കണമേ. കർത്താവേ, യേശുവപ്പ, ഞങ്ങളുടെ സഭ ശുശ്രൂഷകനെയും കുടുംബത്തിനെയും ഞങ്ങളുടെ സൈന്യത്തിന് കർത്താവേ, യേശുവപ്പ, അവിടെ കർത്താവെ അവിടെ ശുശ്രൂഷയെ അങ്ങ് മാനിച്ച് അനുഗ്രഹിക്കണമേ. കർത്താവേ, യേശുവപ്പ, ദാനമായി കൊടുത്ത പൈതലിനെ അങ്ങ് അനുഗ്രഹിക്കണമേ. കർത്താവേ, യേശുവപ്പ, ഞങ്ങളുടെ സഭയിലേക്ക് ഉയർന്നു വേണ്ടി വരുന്നു. കർത്താവേ, യേശുവപ്പ, അവർ കർത്താവെ പാടി കർത്താവെ അങ്ങയുടെ നാമത്തെ മഹത്വീകരിക്കുന്ന കൃപ കൊടുത്ത് അനുഗ്രഹിക്കണമേ. കർത്താവേ, യേശുവപ്പ, ഞങ്ങളുടെ ദേശത്തെ അങ്ങ് അനുഗ്രഹിക്കണമേ. കർത്താവേ, യേശുവപ്പ, ദേശത്തെ അങ്ങ് ദൈവമേ സകലവിധ ആപത്തുകളിൽ നിന്നെല്ലാം വിടുവിച്ച് ഞങ്ങളെ എത്രത്തോളം കാത്ത് മനോഹരമായി സൂക്ഷിച്ചിരിക്കുന്ന സ്തുതിക്കുന്നു. കർത്താവേ, യേശുവപ്പ, ഞങ്ങൾക്ക് നൽകിയ സമാധാനമായ അന്തരീക്ഷത്തെ ഓർത്ത് സ്തുതിക്കുന്നു. കർത്താവേ, യേശുവപ്പ, ദൈവമേ, കർത്താവെ എല്ലാ മക്കളും കർത്താവെ സന്തോഷത്തോടെ സമാധാനത്തോടെ ഈ ലോകത്തിലായിരിക്കുന്ന കൃപ കൊടുത്ത് അനുഗ്രഹിക്കണമേ. കർത്താവേ, യേശുവപ്പ, ദൈവമേ, ഒരിക്കൽ കൂടെ ഞങ്ങളുടെ സഭയ്ക്ക് വേണ്ടി വരുന്നു. കർത്താവേ, യേശുവപ്പ, സഭയെ അങ്ങ് അനുഗ്രഹിക്കണമേ. കർത്താവേ, യേശുവപ്പ, കർത്താവേ, യേശുവപ്പ, ക്രിസ്തുവിൽ ആശ്രയിച്ച് ജീവിക്കുന്ന കൃപ ഓരോ മക്കൾക്കും അവിടുന്ന് കൊടുത്ത് അനുഗ്രഹിക്കണമേ. കർത്താവേ, യേശുവപ്പ, ഞങ്ങൾ ഇന്ന് കേട്ട വചനത്തെ ഒരിക്കൽ കൂടെ ഓർക്കുന്നു. കർത്താവേ, യേശുവപ്പ, അതിന് പ്രകാരം കർത്താവേ, യേശുവപ്പ, മനസ്സൊരുക്കി കർത്താവെ അവിടുത്തെ ആശ്രയിച്ച് ജീവിക്കുന്ന കൃപ ഓരോ മക്കൾക്കും ദാനം നൽകി അനുഗ്രഹിക്കണമേ. കർത്താവേ, യേശുവപ്പ, അടി കർത്താവേ, യേശുവപ്പ, എല്ലാ ചോദിച്ച കാര്യങ്ങളിലെല്ലാം അപ്പൻ്റെ കൃപ കൂടെ ഇരിക്കണമേ. കർത്താവേ, ചോദിക്കാൻ വിട്ടുപോയ കാര്യങ്ങളിലും അപ്പൻ്റെ കൃപ കൂടെ ഇരിക്കണം. പ്രാർത്ഥന കേൾക്കുന്ന വലിയ കൃപയ്ക്കായ സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ.
പഴയ പാട്ടുപുസ്തകത്തിൽ 526 പാട്ടും പുതിയ പാട്ടുപുസ്തകത്തിൽ 154 പാട്ടും. ഈ പാട്ട് പാടുമ്പോൾ കാണിക്കുക സമർപ്പിക്കാം. സ്വർഗീയമാം എൻ ഭാഗ്യങ്ങൾ സർവ്വമോപേക്ഷിച്ചോ, അയ്യോ പാപി ഞാൻ നിന്നെ നേടാൻ ഈ പാടുകളേൽക്കുന്നു, ഈ പാടുകളേൽക്കുന്നു, ഈ പാടുകളേൽക്കുന്നു. അയ്യോ പാപി ഞാൻ നിന്നെ നേടാൻ ഈ പാടുകളേൽക്കുന്നു. നിൻ പേർക്കായി താൻ ഈ പാടുകൾ ഞാൻ ഏൽക്കുന്നു പാപി. നിൻ പാപത്താൽ ഹീന ക്രൂശിൽ ഞാൻ ജീവൻ വേടിയുന്നു, ഞാൻ ജീവൻ വേടിയുന്നു, ഞാൻ ജീവൻ വേടിയുന്നു. നിൻ പാപത്താൽ ഹീന ക്രൂശിൽ ഞാൻ ജീവൻ വേടിയുന്നു. കാൽക്കരങ്ങൾ ആണികളാൽ കീറി നോവുന്നയ്യോ, കാൽവരിമേലെന്നാത്മബലി നീ വന്നു കാൺക പാപി, നീ വന്നു കാൺക പാപി, നീ വന്നു കാൺക പാപി. കാൽവരിമേലെന്നാത്മബലി നീ വന്നു കാൺക പാപി. അയ്യോ പാപി എൻ മകനേ, എൻ പാടം നോർക്കുക, വീണ്ടും എന്നെ ക്രൂശിക്കാതെ നീ എൻ ക്രൂശിങ്കൽ വാവാ, നീ എൻ ക്രൂശിങ്കൽ വാവാ, നീ എൻ ക്രൂശിങ്കൽ വാവാ. വീണ്ടും എന്നെ ക്രൂശിക്കാതെ നീ എൻ ക്രൂശിങ്കൽ വാവാ. നിൻ പാപമാം ഭാരമോർത്തോ സംഭ്രമിച്ചിടേണ്ട, മോചിച്ചു ഞാൻ നിൻ പാപമെല്ലാം, നീ എൻ പൈതൽ ഞാൻ ദൈവം, നീ എൻ പൈതൽ ഞാൻ ദൈവം, നീ എൻ പൈതൽ ഞാൻ ദൈവം. മോചിച്ചു ഞാൻ നിൻ പാപമെല്ലാം, നീ എൻ പൈതൽ ഞാൻ ദൈവം. ഘോരമാം നിൻ ലംഘനങ്ങൾ ഓർത്തനുതപിച്ചു, ഏറ്റുചൊല്ലി നിൻ രക്ഷയ്ക്കായി നീ എന്നിൽ വിശ്വസിക്ക, നീ എന്നിൽ വിശ്വസിക്ക, നീ എന്നിൽ വിശ്വസിക്ക. ഏറ്റുചൊല്ലി നിൻ രക്ഷയ്ക്കായി നീ എന്നിൽ വിശ്വസിക്ക. വിശുദ്ധ ആഴ്ചകളുള്ള പ്രാർത്ഥനാമാല. പുതിയ കീർത്തന പുസ്തകം 445 പുറം, പഴയ കീർത്തന പുസ്തകം 481 പുറം പിൻപറ്റാം.
കർത്താവേ കരുണയുണ്ടാകണമേ. ക്രിസ്തുവേ കരുണയുണ്ടാകണമേ. കർത്താവേ കരുണയുണ്ടാകണമേ. ക്രിസ്തുവേ കരുണയുണ്ടാകണമേ. ക്രിസ്തുവേ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ. ക്രിസ്തുവേ കൃപയായി ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ. സ്വർഗസ്ഥ പിതാവായ ദൈവമേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. പുത്രനായ ദൈവമേ, ലോകത്തെ വീണ്ടെടുത്തവനെ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. വിശുദ്ധ ത്രിത്വമേ, ഏക ദൈവമേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. അവിടുത്തെ കഷ്ടപ്പാട് മരണത്താലും യോദ്ധായുടെ വഞ്ചനയാൽ അവിടുന്ന് അനുഭവിച്ച ഹിംസയാലും പത്രോസിൻ്റെ തള്ളിൽ പറച്ചൽ മുഖാന്തരം അങ്ങ് അനുഭവിച്ച വേദനയാലും അവിടുത്തെ രക്തശീതത്താലും ക്രൂശിലെ മരണവേദനയാലും അവിടുന്ന് ധരിച്ച ചുവന്ന മേലങ്കി, മുൾക്കിരീടം എന്നിവയാലും കോൽ കൊണ്ടും ചാട്ടുവാറും കൊണ്ടും ഏറ്റ രൂക്ഷമായ പ്രഹരത്താലും അവിടുന്ന് ക്രൂശ് ചുമന്ന പാതയാലും അങ്ങയിൽ തുളച്ച് കയറ്റിയ ആണികളാലും അങ്ങ് സഹിച്ച ദാഹത്താലും അവിടെ ചൊരിയപ്പെട്ട അങ്ങയുടെ വിശുദ്ധ രക്തത്താലും അവിടുത്തെ ആത്മാവിൻ്റെ തീവ്രവേദനയാലും ഛേദിക്കപ്പെട്ട മുന്തിരിയാലും മർദ്ദിക്കപ്പെട്ട മുന്തിരിച്ചക്കിനാലും അവിടുത്തെ മരണവിളിയാലും അവിടുത്തെ മരണത്തിലെ വിജയത്താലും മരിക്കുന്ന രക്ഷിതാവേ ഞങ്ങളെ സഹായിക്കണമേ. ഹൃദയ കാഠിന്യത്തിൽ നിന്നും ആത്മീയ അന്ധതയിൽ നിന്നും മനസ്സിൻ്റെ ശൈത്യത്തിൽ നിന്നും പാപത്തിൻ്റെ വഴിയിൽ കൂടെ കടന്ന് അവിടുത്തെ രക്തത്തിന്മേൽ ചവിട്ടുന്നതിൽ നിന്നും വീണ്ടും അവിടുത്തെ മേൽ ആണി അറിയുന്നതിൽ നിന്നും വീണ്ടും അങ്ങേ ക്രൂശിക്കുന്നതിൽ നിന്നും അവിടുത്തെ വലിയ കഷ്ടപ്പാടുകളെ മറന്നു കളയുന്നതിൽ നിന്നും അങ്ങേ കൂടാതെയുള്ള ജീവിതത്തിലെ ഏകാന്തതയിൽ നിന്നും അത്യാഗ്രഹം, ദുർമോഹം എന്നിവയിൽ നിന്നും കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം എന്നിവയിൽ നിന്നും ഓർമ്മയിൽ വന്നുകൊണ്ടിരിക്കുന്ന പാപങ്ങളുടെ ഭാരത്തിൽ നിന്നും മനുഷ്യരുടെ കെണിയിൽ നിന്നും അജ്ഞതയിലുള്ള കുഴപ്പങ്ങളിൽ നിന്നും വിദ്വേഷത്തിൽ നിന്നും കലുഷിതമായ ഹൃദയത്തിൽ നിന്നും അന്ത്യപാപമായ അവിശ്വാസത്തിൽ നിന്നും സ്നേഹനിധിയായ രക്ഷക ഞങ്ങളെ വിടുവിക്കണമേ. വാഴ്ചകളുടെയും അധികാരങ്ങളുടെയും സിംഹാസനങ്ങളുടെയും കർത്തൃത്വങ്ങളുടെയും രാജാവേ, കെരൂബുകളുടെയും സാറാബുകളുടെയും ദൂതന്മാരുടെയും പ്രധാന ദൂതന്മാരുടെയും നാഥ, സമാധാനത്തിൻ്റെയും മഹത്വത്തിൻ്റെയും രാഷ്ട്രങ്ങളുടെയും സാമ്രാജ്യങ്ങളുടെയും പ്രഭുവേ, ഇക്കാലത്ത് ഭയത്തിൽ കഴിഞ്ഞുകൂടുന്നവരുടെ ഭാരം നീക്കുന്നതിനായും ശാരീരിക രോഗങ്ങളുടെ വേദന നീക്കുന്നതിനായും മാനസിക രോഗങ്ങളുടെ വിഷാദം നീക്കുന്നതിനായും ആത്മീക രോഗങ്ങൾക്ക് പാപമോചനം കൊടുക്കുന്നതിനായും ആശ്വസിപ്പിപ്പാൻ ആരുമില്ലാതെ കരഞ്ഞ് വിലപിക്കുന്നവരെ ആശ്വസിപ്പിക്കുന്നതിനായും നുറുങ്ങിയ ഓരോ ഹൃദയത്തിലും ഉള്ള അവിടുത്തെ വാസത്തിനായും അങ്ങേ അറിയാത്ത ഓരോ ആത്മാവിന് വേണ്ടിയും ഭൂമിയിൽ അവിടുത്തെ വഴിയറിയുന്ന ഓരോരുത്തർക്ക് വേണ്ടിയും അവിടുത്തെ വിശുദ്ധ നാമത്തെ സ്നേഹിക്കുന്ന ഓരോരുത്തർക്ക് വേണ്ടിയും ലോകത്തെ എല്ലായിടത്തുമുള്ള അവിടുത്തെ എല്ലാ സഭകൾക്ക് വേണ്ടിയും മരിച്ചവരുടെ രക്ഷക ഞങ്ങൾ അപേക്ഷിക്കുന്നു, കേൾക്കണമേ. പ്രാർത്ഥിക്കാം. കരുണയുള്ള ഞങ്ങളുടെ ദൈവമേ, വിശുദ്ധ വാരത്തിൻ്റെ ഒരു വിശുദ്ധ ദിവസം കൂടി ഞങ്ങൾക്ക് നൽകിയവനെ, വചനത്തിലും പ്രാർത്ഥനയിലും നോമ്പ് കാലയളവ് ചെലവഴിപ്പാൻ ഞങ്ങളോട് അവിടുന്ന് മനസ്സലിഞ്ഞ ക്രിസ്തുവേ, തിരുത്തലുകളുമായി കാൽവരിയിലേക്ക് യാത്ര ചെയ്യണം എന്നുള്ള ഓർമ്മപ്പെടുത്തൽ ഈ നോമ്പ് കാലഘട്ടത്തിൻ്റെ ആരംഭം മുതൽ ഞങ്ങൾക്ക് അവിടുന്ന് നൽകി. വചനത്തിൽ കൂടെയുള്ള മുന്നറിയിപ്പുകൾ നൽകി. വചനം
ധ്യാനിച്ചും വചനം ഉൾക്കൊണ്ടും വചനത്തോടൊപ്പമുള്ള യാത്ര ക്രമപ്പെടുത്തുവാൻ ദൈവം എന്നയോളം ഞങ്ങളോട് കരുണയുണ്ടായതിനാൽ ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു. ദൈവപിതാവേ, അകന്നു പോകാത്ത ദൈവസ്നേഹത്തിൽ പങ്കുചേരുവാനായുള്ള ആലോചന, പ്രാർത്ഥനയുടെ തീരുമാനം ഇന്നെൻ്റെ പ്രഭാതത്തിൽ ഞങ്ങൾക്ക് നൽകിയല്ലോ. ജീവിതത്തിൽ വിലയേറിയ വസ്തുക്കളുമായി കർത്താവിൻ്റെ അടുക്കിലേക്ക് കടന്നു വരുവാൻ പാപിനിയായ സ്ത്രീ വിലപ്പെട്ടത് കർത്താവിൻ്റെ പാദപീഠത്തിൽ സമർപ്പിച്ചതുപോലെ ഞങ്ങളും ഈ ദിവസം ഞങ്ങൾക്ക് വിലപ്പെട്ടത് പൂർണ്ണ ഹൃദയത്തോടുകൂടെ നിന്നിൽ സമർപ്പിക്കുന്നു. അവിടുന്ന് ഞങ്ങളുടെ സമർപ്പണത്തെ സ്വീകരിക്കുകയും ഞങ്ങളെ വചനം കൊണ്ട് അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകണമേ. ഇവളെങ്കിൽ നല്ല പ്രവൃത്തിയല്ലയോ ചെയ്തത് എന്നുള്ള നല്ല വാക്കുകൾ നൽകിയ ക്രിസ്തുവേ, അങ്ങേക്ക് ചെയ്യുന്നത് നല്ലതായി കാണുവാനും അതിൽ ദൈവികമാകുന്ന ഇടപെടലുകൾ ഉൾക്കൊള്ളുവാനും ഞങ്ങളിൽ കൃപയേകണമേ ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. ഈ സന്ധ്യാസമയം ഇന്നത്തെ ആരാധനകൾക്ക് നേതൃത്വം നൽകിയ സൺഡേ സ്കൂൾ സംഘടനയെ തൃക്കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിക്കട്ടെ. നേതൃത്വം നൽകുവാൻ തക്കവിധം ദൈവം അവരെ കരങ്ങളിലെടുത്ത് പ്രയോജനപ്പെടുത്തി ഓരോ ഭാഗങ്ങൾ കൈകാര്യം ചെയ്ത അവിടുത്തെ പ്രിയ മക്കളെ ആത്മാവിനാൽ ശക്തിപ്പെടുത്തി നല്ല ആലോചന നൽകിയതിനായി ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു. വചനമായി നിന്റെ സന്നിധിയിലായിരുന്ന അവിടുത്തെ പ്രിയപ്പെട്ടവരെ അവിടുന്ന് ബലപ്പെടുത്തതിനായി നന്ദി കരേറ്റുന്നു. ഇന്ന് ഞങ്ങൾക്ക് നൽകിയ വചനത്തിനായി സ്തുതി കർത്താവേ. വചനത്തിൻ്റെ ആലോചന ഒരിക്കൽ കൂടെ കേൾക്കുവാൻ തക്കവിധം, വചനം നൽകിയ മുന്നറിയിപ്പുകൾ ഒരിക്കൽ കൂടെ സ്വീകരിക്കുവാൻ തക്കവിധം അവിടുന്ന് ഇടവരുത്തിയതിനായി സ്തുതി കരേറ്റുന്നു. ദൈവമായ കർത്താവേ, നോമ്പിൻ്റെ പ്രാധാന്യം ഒരിക്കൽ കൂടെ കേൾക്കുവാൻ തക്കവിധം ഈ രാത്രി അവിടുന്ന് ഒരുക്കിയതിനായി സ്തുതി. നോമ്പ് അത് ജീവിത വിശുദ്ധീകരണത്തിൻ്റെ അവസ്ഥയാണ് എന്നും, നോമ്പ് അനുതാപത്തിൻ്റെ അവസ്ഥയാണ് എന്നും, നോമ്പ് പ്രാർത്ഥനയുടെ അവസ്ഥയാണ് എന്നും, നോമ്പ് വചന പഠനത്തിൻ്റെ അവസ്ഥയാണ് എന്നും അവിടുന്ന് ഞങ്ങളെ ഉത്ബോധിപ്പിച്ചതിനായി ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു. കർത്താവേ, സ്തെഫാനോസിനെ പോലെ പീഡനത്തിൻ്റെ മധ്യേയും കല്ലേറിൻ്റെ മധ്യേയും പതറിപ്പോകാതെ മുട്ടുകൾ മടക്കി വിശ്വാസത്തോടുകൂടെ പ്രാർത്ഥിച്ച് ദൈവികമായ ദർശനത്തെ ഉൾക്കൊള്ളുന്ന അനുഭവത്തെ അവിടുന്ന് ഈ കാലഘട്ടങ്ങളിൽ വരും നാളുകളിൽ ഞങ്ങൾക്ക് നൽകുമാറാകണമേ. പുനരുദ്ധാനത്തെ പ്രത്യാശിച്ചുകൊണ്ട് ഞങ്ങൾ യാത്ര ചെയ്യുന്നു. പുനരുദ്ധാനത്തെ കാണുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുമ്പോൾ ദൈവപിതാവേ, ഒരു പുതുപ്പിക്കലിൻ്റെ അനുഭവത്തോടുകൂടി പുനരുദ്ധാനത്തിൻ്റെ മഹത്വത്തിലേക്ക് എത്തിച്ചേരുവാൻ അവിടുന്ന് ഞങ്ങളെ കൈപിടിച്ച് നടത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങളെ ഞങ്ങളേറ്റ് ചൊല്ലട്ടെ. അനുതാപ ഹൃദയത്തോടുകൂടി നിൻ്റെ അടുക്കലേക്ക് ഞങ്ങൾ കടന്നു വരട്ടെ. അവിടുന്ന് ഞങ്ങളുടെ പാപത്തെ ക്ഷമിച്ച് അവിടുന്ന് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന പരദേശയുടെ അനുഭവത്തെ കർത്താവേ അവിടുന്ന് ഞങ്ങൾക്ക് ലഭ്യമാക്കി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി ഈ ആലയം വിട്ട് ഞങ്ങൾ പിരിയാത്ത ദൈവം ഞങ്ങളോടൊപ്പം ഉണ്ടാകണമേ. അവിടുത്തെ മക്കൾ അർപ്പിച്ച വഴിപാടിനെയും അവിടുന്ന് സ്വീകരിക്കണമേ. ഞങ്ങളെയും അവിടുന്ന് സ്വീകരിക്കണമേ. ഇന്ന് രാത്രി ഞങ്ങളെ മുദ്രയിട്ട് ഞങ്ങളുടെ മേൽ അവിടുന്ന് കാവലായിരിക്കണമേ. പൈശാചികമാവുന്ന ബന്ധനങ്ങളിൽ നിന്നും യേശുവേ അവിടുന്ന് ഞങ്ങളെ വിടുവിക്കണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. രാത്രി ഞങ്ങളുടെ ഭവനങ്ങളിലായിരിക്കുമ്പോൾ, ഞങ്ങളുടെ കിടക്കയിലായിരിക്കുമ്പോൾ വിശുദ്ധ ചിന്തകളോടുകൂടെ, വിശുദ്ധ ഹൃദയത്തോടുകൂടെ, വിശുദ്ധമാവുന്ന മനോഭാവത്തോടുകൂടെ, വിശുദ്ധ രീതികളോടുകൂടെ ഞങ്ങളുടെ കിടക്ക ചെലവഴിപ്പാൻ ദൈവം സഹായിക്കണം. അവിടുന്ന് കൂടെ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മരണപാശങ്ങൾ കടന്നു വരാതെ, പാതാള വേദനകൾ കടന്നു വരാതെ, പൈശാചിക ചിന്തകൾ, പൈശാശക്തികൾ കടന്നു വരാതെ, ദുർമോഹങ്ങൾ കടന്നു വരാതെ ഒക്കെ കർത്താവിൻ്റെ മുദ്ര ഞങ്ങൾ മേൽ അവിടുന്ന് ഇടയണമേ ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. യേശുവേ, നാളെ വിശുദ്ധ പെസഹ കർത്താവിൻ്റെ സന്നിധിയിൽ അവിടുന്ന് ഞങ്ങൾക്ക് സ്ഥാപിച്ചു നൽകിയ ശുശ്രൂഷ അനുഭവിക്കുവാൻ, വിശുദ്ധ തിരുവത്താഴമെന്ന സാക്രമെന്റ് അനുഭവിക്കുവാനായിട്ട് ഞങ്ങൾ ഒരുങ്ങുന്നു. ഞങ്ങളുടെ പാപത്തെ ഏറ്റുപറഞ്ഞ് തന്നെത്താൻ ശോധന ചെയ്ത് അനുതാപത്തിൻ്റെ ഹൃദയത്തോടുകൂടെ
പാപങ്ങളെ ഏറ്റുചൊല്ലി അവിടുത്തെ മേശയെങ്കിലേക്ക് കടന്നു വരുവാൻ, ഒരുമിച്ച് കടന്നു വരുവാൻ, ഒരു കൂട്ടായ്മയോടുകൂടെ കടന്നു വരുവാൻ ദൈവമേ അവിടുന്ന് സാഹചര്യം സാധ്യതകളെ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ സന്നിധിയിൽ അവിടുത്തെ അൾത്താരയിൽ നുറുക്കപ്പെട്ട ആ ശരീരവും ആ രക്തവും ഭക്ഷിച്ച് പാനം ചെയ്ത് പാപങ്ങളെ ഏറ്റുചൊല്ലിക്കൊണ്ട് ജീവൻ്റെ രക്ഷ ഉൾക്കൊണ്ടുകൊണ്ട് ദൈവസന്നിധിയിൽ നിലനിൽക്കുവാനുള്ള കൃപ അവിടുന്ന് ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതെൻ്റെ ഓർമ്മയ്ക്കായി സേവൻ എന്ന് അവിടുന്ന് ഞങ്ങളോട് വാഗ്ദത്തം ചെയ്തത് ഓർമ്മ പെരുന്നാളായി ആചരിക്കുവാൻ തക്കവിധം നാളത്തെ പെസഹ അവിടുന്ന് ഒരുക്കി തരണമേ ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെല്ലാവരെയും ഈ ആലയത്തിലേക്ക് കൂട്ടിച്ചേർക്കണപ്പാ. ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ ഭവനങ്ങൾ വിട്ട്, ഞങ്ങളുടെ തൊഴിലിടങ്ങൾ വിട്ട് കർത്താവിൻ്റെ മേശയിലേക്ക് മടങ്ങി വരുവാനുള്ള നല്ല മനസ്സൊരുക്കത്തിൻ്റെ അനുഭവത്തെയും നൽകുമാറാകണമേ ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നാളെ പ്രാർത്ഥിക്കേണ്ട ചിന്തയെ അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയതിനായി സ്തുതി. എനിക്ക് വേണ്ടി, എൻ്റെ പാപത്തിന് വേണ്ടി അവിടുന്ന് കാൽവരിയിലേക്ക് യാത്ര ചെയ്തുവല്ലോ. എൻ്റെ പാപത്തെ ചുമന്ന കർത്താവേ, അവിടുത്തെ രക്തത്താലും അവിടുത്തെ ശരീരത്താലും എനിക്കൊരു പാപമോചനത്തിന് അനുഭവത്തെ നൽകി എന്നെ അവിടുന്ന് രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നാളത്തെ ദിനത്തിലേക്ക് പ്രവേശിക്കും ദൈവം സഹായിക്കണമേ ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. പിതാവായ ദൈവമേ, ഞങ്ങളുടെ ഇടയിൽ പലവിധമായ രോഗാവസ്ഥയിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ ഓർക്കുന്നു. അനുഗ്രഹിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആൻഡ്രയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ബലപ്പെടുത്തണമേ. സൗഖ്യമാകും ദൈവത്തിന് കരം നീട്ടണമേ. അവിടുത്തെ രക്തത്താൽ പ്രിയ കുഞ്ഞുങ്ങളെ അവിടുന്ന് കഴുകുമാറാകണമേ. കുഞ്ഞുങ്ങളുമായി അപ്പനമ്മമാർ ദൈവത്തിൽ വന്ന് ദൈവത്തോടുകൂടി അപേക്ഷിച്ച് ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിച്ച് ദൈവിക സൗഖ്യം പ്രാപിച്ച് കുഞ്ഞുമായി സന്തോഷിക്കുവാനുള്ള വഴികൾ കർത്താവ് തുറന്നു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ദൈവത്തിൽ കടന്നു വന്ന മക്കൾക്ക് കഞ്ഞി നേർച്ച സമർപ്പിക്കുന്ന പ്രിയ വ്യക്തിയെയും കുടുംബത്തെ നന്ദിയോടുകൂടി ഞങ്ങൾ ഓർക്കുന്നു. അനുഗ്രഹിക്കണമേ. ഞങ്ങൾ ഭക്ഷിച്ച് പിരിയുമ്പോഴും ഞങ്ങൾക്കും ദൈവാനുഗ്രഹം പകർന്നു തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി കൂടെ ഇരിക്കണം. ഞങ്ങളെ അനുഗ്രഹത്തോടുകൂടെ അയക്കണം. വന്നുപോയ കുറവുകൾ, കുറ്റങ്ങൾ, പാപങ്ങളൊക്കെ ക്ഷമിക്കണമേ. പാപാവസ്ഥയിൽ നിന്ന് ഞങ്ങളെ വീട്ടെടുക്കണം. വിശുദ്ധീകരണം നല്ല ദിനങ്ങളെ ഞങ്ങൾക്ക് നൽകുമാറാകണം. ക്രിസ്തുവിനാൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണം. സ്വർഗീയ പിതാവേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം ശുദ്ധീകരിക്കണമേ. തിരുരാജ്യം വരണമേ. തിരുഇഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങളുടെ ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാർ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങൾ പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ പരീക്ഷയിൽ കടക്കാർ സന്തോഷത്തൊന്നും പിടിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കുള്ളതല്ലോ. ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപ, പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം, പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മ നിങ്ങളോട് എന്നും എന്നും കൂടെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.
എന്റെ സർവാന്തരവും വിശുദ്ധനാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക. അവൻ ചിലപ്പകാരങ്ങളൊന്നും മറക്കരുത്. ആമേൻ. നമുക്കിരിക്കാം. വിശുദ്ധാരാധനയിൽ പങ്കെടുത്ത എല്ലാവർക്കും ദൈവനാമത്തിൽ നന്ദി സ്നേഹം അറിയിക്കട്ടെ. പ്രിയമുള്ളവരെ, കഴിഞ്ഞ 3 ദിവസം വിശുദ്ധ തിങ്കളാഴ്ച, ചൊവ്വാഴ്ച, ബുധനാഴ്ച എന്നീ ദിവസങ്ങളിൽ നമ്മുടെ ഈ ശുശ്രൂഷയ്ക്ക്, വിശുദ്ധമായ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്ന നമ്മുടെ സഭയിലെ സംഘടനകൾ, യുവജന സംഘടന, വനിതാ സമാജം, സൺഡേ സ്കൂൾ എന്നീ സംഘടനകളാണ്. അതിൻ്റെ എല്ലാ ഭാഗവും പ്രാർത്ഥനയോടുകൂടെ കൈകാര്യം ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവരോടും സംഘടനാ പ്രവർത്തകരോടും ഭാരവാഹികളോടുള്ള നന്ദിയും സ്നേഹവും അറിയിച്ചുകൊള്ളുണ്ട്. നാളെ വിശുദ്ധ പെസഹ ദിനമാണ്. ആചരിച്ചു വരുന്നത് പോലെ പെസഹയ്ക്ക് തിരുവത്താഴ് ശുശ്രൂഷ ദേവാലയത്തിൽ ക്രമീകരിക്കുന്നുണ്ട്. തിരുവത്താഴ് ശുശ്രൂഷ എല്ലാ കുടുംബങ്ങളും ഐതാവ്യക്തികളും പ്രാർത്ഥനയോടുകൂടി ദേവാലയത്തിലേക്ക് കടന്നു വരണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അതോടൊപ്പം കഴിഞ്ഞ വർഷങ്ങൾ ചെയ്തു വന്നതുപോലെ തന്നെ പെസഹ അപ്പം ദേവാലയത്തിൽ മുറിക്കുന്നതായിരിക്കും. പെസഹ അപ്പം ഓരോ കുടുംബത്തിൽ നിന്നും എല്ലാവരും കൊണ്ടുവന്നതിലേക്കുള്ള സഹകരണം ഉണ്ടായിരിക്കണമെന്ന് ദൈവനാമത്തിൽ അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. വിശുദ്ധ വെള്ളിയാഴ്ച രാവിലെ 9 മണി മുതൽ കുരിശിൻ്റെ വഴിയും തുടർന്ന് 2 മണിക്ക് ദേവാലയത്തിൽ കുരിശിൻ്റെ മൊഴികളും സംബന്ധിച്ചുള്ള ആരാധനയും പ്രാർത്ഥനയും ഒക്കെ ഉണ്ടായിരിക്കുന്നതാണ്. ഈ ശുശ്രൂഷകളെല്ലാവരുടെയും സാന്നിധ്യവും പ്രാർത്ഥനയും ദൈവനാമത്തിൽ പ്രതീക്ഷിക്കുന്നു. ഹോസൻ ഈ വിശുദ്ധ പുനരുദ്ധാന ദിവസം രാവിലെ 5 മണിക്ക് ഘോഷയാത്രയും 7 മണിക്ക് വിശുദ്ധ പുനരുദ്ധാന ദിവസത്തേക്കുള്ള ശുശ്രൂഷയും ഉണ്ടായിരിക്കുന്നതാണ്. ഈ ശുശ്രൂഷകളെല്ലാവരുടെയും പൂർണ്ണമായ സഹകരണം ദൈവനാമത്തിൽ അഭ്യർത്ഥിക്കുകയും ചെയ്യേണ്ട മറ്റൊരു പ്രത്യേകിച്ച് അറിയപ്പെടുന്ന തന്നെയില്ല. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സമാധാനമായി പോയി വരിക. ഹാളിൽ കഞ്ഞി ക്രമീകരിച്ചിട്ടുണ്ട്.